നമുക്ക് വചനത്തിലേക്ക് തിരിയുന്നതിന് മുമ്പായിട്ട് ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ സ്വർഗ്ഗസ്ഥ പിതാവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. യേശുവെ, അവിടുത്തെ തിരുസാന്നിധ്യത്തിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവേ, അവിടുന്ന് ഞങ്ങളുടെ മധ്യത്തിലായിരിക്കാൻ തക്കവണ്ണം കർത്താവേ ഞങ്ങൾ എന്തുള്ളൂ. സകലത്തെയും സൃഷ്ടിച്ച സർവശക്തനായ ദൈവം, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനായ ദൈവം കർത്താവേ, ഞങ്ങളുടെ മധ്യത്തിൽ നിന്നുള്ളതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവേ, ആ അടച്ചിട്ട മുറിയിലെ കർത്താവേ ശിഷ്യന്മാര് കർത്താവേ അവര് കൂടി വന്നപ്പോ അവിടെ നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞ് കർത്താവെ പ്രത്യക്ഷപ്പെട്ട അതേ കർത്താവ് ഇന്ന് കർത്താവ് ഞങ്ങളുടെ മധ്യത്തിലുണ്ടല്ലോ. ഇന്നലെ ഇന്നും എന്നേക്കും അനന്യനായിട്ടുള്ള ആ കർത്താവ് ഇന്നും ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് അവിടുത്തെ സമാധാനത്തിന് നദി ഒഴുക്കുവാൻ തക്കവണ്ണം അവിടെ ഞങ്ങളുടെ മധ്യത്തിലുള്ളതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളുടെ എല്ലാ ഭാരങ്ങളും, എല്ലാ ആകുല ചിന്തകളും എല്ലാം അവിടുത്തെ ഭാഗ്യ കർത്താവെ അവിടുത്തെ മേലെ ഞങ്ങൾ ഇട്ട് തരുന്നു. അവിടുത്തെ രക്തത്താലെ ഞങ്ങൾ ഓരോരുത്തരെയും കഴുകിയാട്ടെ. ഒരു നല്ല മനസ്സാക്ഷിയോടെ അവിടുത്തെ മുമ്പാകെ ഇരിപ്പാൻ ഞങ്ങളെ സഹായിച്ചാട്ടെ. കർത്താവെ, അവിടുത്തെ ആത്മാവിനാൽ അളവില്ലാതെ ഞങ്ങളെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് അങ്ങയെ കാണണം, അങ്ങയെ കേൾക്കണം, അവിടുത്തെ ഇമ്പസ്വരം കേൾക്കണം. കർത്താവെ അവിടുന്ന് സംസാരിച്ചിട്ടില്ലാതെ കർത്താവെ ഞങ്ങൾക്ക് ഇവിടുന്ന് പോകാൻ കഴിയില്ല. കർത്താവെ ഞങ്ങളോട് സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളതിനെയും താഴ്ത്തി ഏൽപ്പിക്കുന്നു. എല്ലാത്തിലും അവിടുത്തെ പുനഃനാമത്തെ മുഖത്തപ്പെടുത്തിയാട്ടെ. എല്ലാം യേശു കർത്താവിന്റെ വിലയേറിയ മാതിരിയുള്ള നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. നമ്മള് യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിന്റെ അതിന്റെ 18 വരെയുള്ള വാക്യങ്ങള് നമ്മള് കഴിഞ്ഞ 2 ആഴ്ചകളിലായിട്ട് നമ്മൾ ആ കാര്യങ്ങൾ കാണുന്നുണ്ടായിരുന്നു. കഴിഞ്ഞതിന്റെ അങ്ങേ ആഴ്ച നമ്മൾ കൂടി വന്നപ്പോ പോർഷനിൽ നമ്മള് പല കാര്യങ്ങളൊക്കെ ആഴത്തിൽ നമ്മൾ ചിന്തിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതിലൊരു കാര്യം ഞാൻ അതിന്റെ റെഫറൻസ് പറയാതെ പറഞ്ഞു പോയായിരുന്നു. അന്ന് അത് 20-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം, യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തില് അവിടെ യേശുവിന്റെ ശരീരം കിടന്നിരുന്ന ഇടത്ത് വെള്ളവസ്ത്രം ധരിച്ച് 2 ദൂതന്മാർ, ഒരുത്തൻ തലയ്ക്കലും ഒരുത്തൻ കാൽക്കലും ഇരിക്കുന്നത് കണ്ടു. അപ്പോ യേശു ഇരുന്നിടത്ത് ഒരാളുടെ തലയ്ക്കലും ഒരാൾ കാൽക്കലും എന്ന് പറയുമ്പോൾ അത് നമ്മളെ ഓർപ്പിക്കുന്ന ഒരു കാര്യം, അത് പല ചിന്തകര് ഇങ്ങനെ പുറപ്പാട് പുസ്തകത്തിലെ ഒരു കാര്യത്തോടെ ഉപമിച്ച് അത് ചിന്തിച്ചിട്ടുണ്ട്. പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം, പുറപ്പാട് പുസ്തകം 25-ാം അധ്യായവും കർത്താവിന്റെ കർത്താവ് കിടന്നിരുന്ന സ്ഥലവും തമ്മിൽ എന്ത് ബന്ധം നമുക്ക് പെട്ടെന്ന് തോന്നാം. എന്നാൽ അവിടെ ഈ 2 കെരൂബുകളെ കുറിച്ചാണ് പറയുന്നത്. പുറപ്പാട് പുസ്തകം 25-ാം അധ്യായത്തിന്റെ 18ഉം 19ഉം വാക്യങ്ങള്. പുറപ്പാട് പുസ്തകം അവിടെ നമുക്കറിയാം, ഇതിന്റെ കോണ്ടെക്സ്റ്റ് ഒക്കെ നമുക്കറിയാം. യേശു പുനരുദ്ധാനം ചെയ്ത് ആ ഞായറാഴ്ച ദിവസം രാവിലെ മഗ്ദലക്കാരത്തി മറിയവും ബാക്കിയുള്ള മറിയമാരെല്ലാരും കൂടി ചേർന്നാ പോയെ. എന്നാൽ ബാക്കിയുള്ള സഹോദരിമാര് അവരങ്ങ് തിരിച്ചു പോകുന്ന വഴിക്ക് അവർക്ക് യേശു പ്രത്യക്ഷനായി എന്നൊക്കെ നമ്മള് മത്തായി 28-ൽ വായിക്കുന്നുണ്ട്. എന്നാൽ ആദ്യം കർത്താവ് പ്രത്യക്ഷനാകുന്നത് ഈ മഗ്ദലക്കാരത്തി മറിയത്തിനായിരുന്നു ആദ്യം കർത്താവ് പ്രത്യക്ഷപ്പെടുന്നത്. അപ്പം മഗ്ദലക്കാരത്തി മറിയം കർത്താവിന്റെ ശരീരം വെച്ചിരുന്ന ആ കല്ലറയിലേക്ക് നോക്കുമ്പോ 2 ദൂതന്മാര് തലക്കിലും കാൽക്കിലുമായിട്ട് ഇരിക്കുന്നു എന്നുള്ളൊരു കാര്യം. അപ്പൊ അത് ആ ഒരു ദൂതന്മാര് തലക്കിലും കാൽക്കിലുമായിട്ട് ഇരിക്കുന്നു എന്നുള്ളതിൽ എന്തെങ്കിലും പഴയ നിയമത്തിൽ എന്തെങ്കിലും ഒരു സിഗ്നിഫിക്കൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മള് പുറപ്പാട് 25-ാം അധ്യായത്തിന് 18-19 വാക്യങ്ങളില് അവിടെ നമ്മളൊരു മേഴ്സി സീറ്റിനെ കുറിച്ച്, കൃപാസനത്തെ കുറിച്ച് വായിക്കുന്നു. ഇന്ന് കൃപാസനം എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് വേറെ അവിടെ കണ്ടൊക്കെയുള്ള ഏതോ സ്ഥലത്തെ കുറിച്ചൊക്കെ ഓർമ്മ വരുന്നത്. പക്ഷെ എങ്കിലും ആ കൃപാസനം, ആ ഒരു മേഴ്സി സീറ്റിനെ കുറിച്ച് നമ്മളവിടെ വായിക്കുമ്പോൾ അവിടെ 18-ാമത്തെ വാക്യം, ആ മേഴ്സി സീറ്റ് എന്ന് പറയുന്നത് യഥാർത്ഥത്തില് യേശു തന്നെയാണ് ആ കൃപാസനം എന്ന് നമ്മള് കുറച്ചുകൂടെ വചനത്തെ ആഴത്തിൽ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. യേശു തന്നെയാണ് ആ കൃപാസനം എന്ന് പറയാൻ കാരണം എന്താന്ന് ഞാനിപ്പം പറയാം. പുറപ്പാട് ദിവസം 25-ന്റെ 18-ല് പൊന്നുകൊണ്ട് 2 കെരൂബുകളെ ഉണ്ടാക്കണം, കൃപാസനത്തിന്റെ 2 ഇടത്ത്. വെച്ചാൽ എന്ത് ഈ കൃപാസനം എന്നൊക്കെ പറഞ്ഞാല് പഴയ നിയമത്തിലെ സമാഗമന കൂടാരം, ദൈവത്തിന് വസിക്കാനായിട്ട് ഒരു കൂടാരം, ഒരു സമാഗമന കൂടാരം ഉണ്ടാക്കാനായിട്ട് ദൈവം മോശയോട് കൽപ്പിക്കുന്നതായിട്ട് നമ്മൾ പുറപ്പാട് ദിവസം 25-ാം അധ്യായത്തിൽ കാണുന്നേ. അപ്പൊ അതിന്റെ അതിവിശുദ്ധ സ്ഥലത്ത് ആ 25-ാം അധ്യായത്തിൽ തന്നെ നമ്മളിത് വായിക്കുന്നത്. അപ്പൊ ആ 25-ാം അധ്യായത്തില് എനിക്ക് വസിക്കുവാനായിട്ട് ഒരു 8-ാമത്തെ വാക്യത്തില് പുറപ്പാട് 25-ന്റെ 8-ല് ഞാൻ അവരുടെ നടുവിൽ വസിക്കുവാൻ അവർ എനിക്ക് ഒരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം എന്ന് നമ്മളവിടെ വായിക്കുന്നു. അപ്പൊ ആ വിശുദ്ധ മന്ദിരം ഉണ്ടാക്കുമ്പോ നമ്മളാണെങ്കിൽ ആദ്യം ചുറ്റുമതിലിനെ കുറിച്ചോ അതിന്റെ കുറെ എക്സ്റ്റേണൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പിന്നെ അവസാനം ഇന്റീരിയർ, വീടൊക്കെ പണിത് കഴിഞ്ഞിട്ടല്ലേ ഇന്റീരിയർ ചെയ്യുന്നു. അപ്പൊ എന്നാൽ ഇവിടെ ഇന്റീരിയർ ആദ്യം എന്ന് പറഞ്ഞാല് ഇതിനെ പറഞ്ഞ ഏറ്റവും അകത്തെ ഹോളി ഓഫ് ഹോളീസ്
മോസ്റ്റ് ഹോളി പ്ലേസ്, അതിവിശുദ്ധ സ്ഥലത്ത് ദൈവത്തിന്റെ സാന്നിധ്യത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു സാക്ഷ്യപ്പെട്ടകം, ഒരു നിയമപ്പെട്ടകം അല്ലെങ്കിൽ സാക്ഷ്യപ്പെട്ടകം, ആർക്ക് ഓഫ് ടെസ്റ്റിമണി, ഇതിനെ കുറിച്ച് അവിടെ നമ്മള് അതിന്റെ 10ാമത്തെ വാക്യം മുതൽ ഖദിരമരം കൊണ്ട്, അക്കേഷ്യ വുഡ് കൊണ്ട്, ഖദിരമരം കൊണ്ട് ഒരു പെട്ടകം എന്ന് പറഞ്ഞത് ഒരു പെട്ടി, ഒരു റെക്ടാംഗുലർ ബോക്സ് ഉണ്ടാക്കണം. ആ റെക്ടാംഗുലർ ബോക്സിനകത്താണ് പഴയ നിയമം, അതായത് ആ 10 കൽപ്പനകളുടെ ആ കൽപ്പലകളും പിന്നെ ആ മന്ന വെച്ചിരുന്നതായിട്ടും പിന്നെ അഹരോന്റെ വടി വെച്ചിരുന്നതായിട്ടും ഒക്കെ നമ്മൾ കാണുന്നത്. ആ പെട്ടകത്തിന്റെ ഒരു ലിഡ്, ഒരു അടപ്പ് മാതിരി ഒരു മേഴ്സി സീറ്റ്, ഒരു കൃപാസനം. അപ്പൊ അവിടെ ദൈവത്തിന്റെ ഒരു ഇരിപ്പിടം മാതിരി അതിന് അപ്പുറവും ഇപ്പുറവും 2 കെരൂബുകളെ ഉണ്ടാക്കണം എന്നുള്ളൊരു കാര്യം പറയുന്നത്. അപ്പൊ യേശു കിടന്നിരുന്നിടത്ത് ദൂതന്മാരുടെ തലക്കലും കാൽക്കലുമായിട്ട് ഇരുന്നു എന്ന് പറയുമ്പോൾ അത് പഴയ നിയമത്തിൽ ഈ ഒരു കാര്യത്തെ, പഴയ നിയമം നമ്മൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാര്യത്തെ നമ്മൾ ഉറപ്പിക്കുന്ന ഒരു കാര്യമാണെന്ന് നമ്മൾ പറഞ്ഞു വരുക. എന്താണ് നമ്മളിപ്പം പുറപ്പാട് പുസ്തകം 25:18 പൊന്നുകൊണ്ട് 2 കെരൂബുകളെ ഉണ്ടാക്കണം, കൃപാസനത്തിന് 2 അറ്റത്തും അടിപ്പ് പണിയായി, അടുപ്പല്ല നമ്മുടെ അടുക്കളയിലെ അടുപ്പല്ല, അടിപ്പ് പണിയായത് ഹാമേർഡ് വർക്ക്, അടിച്ച് പരത്തി ഹാമർ ഉള്ള അടിപ്പ് പണിയായി പൊന്നുകൊണ്ട് അവയെ ഉണ്ടാക്കണം. ഒരു കെരൂബ് എന്ന് പറഞ്ഞാല് അത് ദൈവദൂതന്മാരിലെ ഒരു വിഭാഗത്തെ കെരൂബുകളെന്നും വേറൊരു വിഭാഗത്തെ സെറാഫുകളെ കുറിച്ച് നമ്മൾ യെശയ്യാവ് 6-ാം വായിക്കുന്നുണ്ട്. കെരൂബുകളെ കുറിച്ച് നമ്മൾ ഉൽപ്പത്തി 3:24 കെരൂബുകളെ നിർത്തിയത് ജീവവൃക്ഷത്തിലേക്കുള്ള വഴി കാക്കാനായിട്ട്. പിന്നെ യെഹെസ്കേലിന്റെ പുസ്തകത്തിലും ഒരുപാട് കെരൂബിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അവിടെ യെഹെസ്കേലിന്റെ പുസ്തകം നമ്മൾ വെളിപാട് പുസ്തകം ചിന്തിച്ചപ്പോൾ യെഹെസ്കേലിന്റെ പുസ്തകത്തിൽ നമ്മൾ കണ്ടായിരുന്നു. വെളിപാട് പുസ്തകം 4-ാം എല്ലാ കെരൂബുകളെ കുറിച്ച് നമ്മൾ വായിക്കുന്നു. ദൈവത്തിന്റെ മഹത്വത്തിന്റെ കാവൽക്കാരായിട്ടൊക്കെ ആ കെരൂബുകളെ കുറിച്ച് നമ്മൾ അവിടെ യെഹെസ്കേലിന്റെ പുസ്തകത്തിലൊക്കെ വായിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ ആ കെരൂബുകളെ കുറിച്ച് ഇവിടെ പറയുന്നത്, ആ കെരൂബുകൾ എന്ന് പറഞ്ഞാൽ ദൂതന്മാരെ, മാലാഖമാരെ കുറിക്കുന്ന ഒരു കാര്യമാണ്, ദൈവദൂതന്മാരെ കുറിക്കുന്ന കാര്യം. അതാ കെരൂബുകളെ കൃപാസനത്തിൽ. അപ്പം ആ കെരൂബുകളെ കൃപാസനത്തിന്റെ തലയ്ക്കലും 2 അറ്റത്തുമായിട്ടായിരിക്കണം എന്നതുപോലെയാണ് അവിടെ യേശു കിടന്നിരുന്ന അടുത്ത് ആ ദൂതന്മാര് അവിടെ ആയിരുന്നു എന്നുള്ളൊരു കാര്യം. അതിന്റെ ഒരു ചെറിയൊരു കോറിലേഷൻ നമ്മളൊന്ന് ചിന്തിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. എന്ന് ഞാൻ ഒരു കാര്യം കൂടെ അതിന്റെ കൂടെ ചേർത്ത് പറയാം. ഒരു കെരൂബിനെ ഒരു അറ്റത്തും മറ്റേ കെരൂബിനെ 19ാമത്തെ വാക്യം, പുറപ്പാട് 25:19 വാക്യം, മറ്റേ കെരൂബിനെ മറ്റേ അറ്റത്തും ഉണ്ടാക്കണം. കെരൂബുകൾ കൃപാസനത്തിൽ നിന്നുള്ളവയായി അതിന്റെ 2 അറ്റത്തും ഉണ്ടാക്കണം എന്നുള്ളൊരു കാര്യം. അപ്പൊ ആ മേഴ്സി സീറ്റ് എന്നുള്ള ആ വാക്ക് കർത്താവ് വരുന്നതിനും 3rd century BC, കർത്താവ് വരുന്നതിന്റെ 200 പരം വർഷങ്ങൾക്ക് മുമ്പായിട്ട് 70ഓളം ഗ്രീക്ക് പണ്ഡിതന്മാര്, അതായത് കർത്താവ് വരുന്നത് BC 4 അപ്പൊ കർത്താവ് വരുന്നതിന്റെ 200 പരം വർഷങ്ങൾക്ക് മുമ്പായിട്ട് 3rd century BC, 3-ാം നൂറ്റാണ്ട് BC-യില് സെപ്റ്റുവാജിന്റ് എന്ന് പറയുന്ന ഒരു, ഞാൻ ഈ വലിയ വലിയ കാര്യങ്ങളൊക്കെ പറയുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം പറയാൻ വേണ്ടി വരുക. അതായത് എന്ന് പറഞ്ഞാല് ഈ പഴയ നിയമം ഏത് ഭാഷയിൽ എഴുതപ്പെട്ടിട്ടുള്ളത്? എബ്രായ ഭാഷയിൽ എഴുതപ്പെട്ടിട്ടുള്ളത്. അപ്പൊ എബ്രായ ഭാഷയിൽ എഴുതപ്പെട്ടിട്ടുള്ളത് അന്ന് യഹൂദന്മാരിലെ ഗ്രീക്ക് പണ്ഡിതന്മാരായിട്ടുള്ള 70 പേര് കർത്താവ് വരുന്നതിനും 200 പരം വർഷങ്ങൾക്ക് മുമ്പായിട്ട് അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഗ്രീക്കിലാക്കിയിട്ടുണ്ട്. അതിന് ആ ഗ്രീക്ക് കോപ്പി ഓഫ് ദ ഓൾഡ് ടെസ്റ്റ്മെന്റിനാണ് നമ്മൾ സെപ്റ്റുവാജിന്റ് എന്ന് പറയുന്ന ഒരു വാക്ക് ഉപയോഗിക്കുന്നത്. അപ്പൊ ആ സെപ്റ്റുവാജിന്റ് എന്ന് പറയുന്നത് അത് കർത്താവിന്റെ സമയത്തും, ഒരുപക്ഷെ യേശു കർത്താവും കർത്താവിന്റെ സമയത്ത് പഴയ നിയമം മാത്രമേ വേദപുസ്തകമായിട്ട് ഉണ്ടായിരുന്നുള്ളൂ. പിന്നീടാണല്ലോ പുതിയ നിയമം എഴുതപ്പെട്ടത്. അപ്പം അന്ന് യഹൂദന്മാര് കർത്താവ് ജീവിച്ചിരുന്ന 1-ാം നൂറ്റാണ്ടിലെ സമയത്തും യഹൂദന്മാര് വളരെ സാധാരണയായിട്ട് ഉപയോഗിച്ചിരുന്ന വേദപുസ്തകമായിരുന്നു ഈ സെപ്റ്റുവാജിന്റ്. അല്ലെങ്കിൽ ആ ഗ്രീക്ക് പരിഭാഷ, അതായത് ആ എബ്രായ ഭാഷയിൽ ഒറിജിനലായിട്ട് എഴുതിയിട്ടുള്ള പഴയ നിയമത്തിന്റെ ഗ്രീക്ക് പരിഭാഷ അവർ ഉപയോഗിച്ചിരുന്നു. അപ്പം ഒരുപക്ഷെ കർത്താവ് ഈ സെപ്റ്റുവാജിന്റ് കോമൺ ആയിട്ട് ഉപയോഗിച്ചിരുന്നിരിക്കണം. അത് മാത്രമല്ല പൗലോസൊക്കെ കോട്ട് ചെയ്യുമ്പോഴൊക്കെ ഈ സെപ്റ്റുവാജിന്റിൽ നിന്നുള്ള ആ ഒരു തരത്തിലുള്ള കൊട്ടേഷനൊക്കെയാ നമ്മൾ പുതിയ നിയമത്തിലുള്ള കൊട്ടേഷൻസും കാര്യങ്ങളും ഒക്കെ നമ്മൾ പലതും വായിക്കുന്നതും ഒക്കെ. അപ്പൊ ഞാൻ ഈ പറഞ്ഞു തരുന്നത് എന്തിനാ ഇത് പറഞ്ഞെന്ന് ചോദിച്ചാൽ, ഇതിപ്പോ എല്ലാവർക്കും മനസ്സിലായില്ലെങ്കിലും സാരമില്ല, ഒന്നുമില്ല, ഇത്രയേ ഉള്ളൂ. ആ മേഴ്സി സീറ്റിന് ഇപ്പൊ നമ്മളിപ്പോ കൃപാസനം എന്നുള്ളൊരു വാക്ക് കണ്ടില്ലേ 18ാമത്തെ വാക്യം, അതായത് കൃപാസനത്തിന് 2 അറ്റത്തുനിന്ന് 18ാമത്, ആ കൃപാസനത്തിന് ഗ്രീക്കില് അവര് സെപ്റ്റുവാജിന്റില് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഹിലാസ്റ്റീരിയോൺ എന്ന് പറഞ്ഞൊരു പദമാണ്. ഹിലാസ്റ്റീരിയോൺ എന്ന് പറഞ്ഞ അതേ പദം തന്നെയാണ് നമ്മള് പുതിയ നിയമത്തിൽ 2 ഇടത്ത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ആ പുതിയ നിയമത്തിൽ 2 ഇടത്ത്, പുതിയ നിയമം ഗ്രീക്കിലാണല്ലോ എഴുതിയത്. അപ്പം പൗലോസ് അപ്പോസ്തലൻ അവിടെ
റോമലേഖനം 3-ാം അധ്യായത്തില് പ്രായച്ചിത്തം, പാപത്തിന് പ്രായച്ചിത്തമായിട്ട് യേശു കർത്താവ് മരിച്ചു എന്ന് പറയുന്ന ഒരു വാക്യമുണ്ട്. എവിടാ? റോമർ 3-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യത്തില്. അപ്പം ഈ അവിടെ ആ പ്രായച്ചിത്തം എന്നുള്ള വാക്ക് യഥാർത്ഥത്തില് നമ്മള് റോമർ 3:25 വായിക്കുവാണെങ്കിൽ, വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം, യേശു കർത്താവ് തന്റെ രക്തം മൂലം പ്രായച്ചിത്തമാകുവാനും. പ്രായച്ചിത്തം എന്ന് പറയുമ്പോൾ ജാതീയമായിട്ടുള്ള ആൾക്കാരൊക്കെ നമുക്കറിയാം, പല ക്രൈസ്തവരായ ഇതിലൊക്കെ അവര് എന്തെങ്കിലുമൊക്കെ കുരുതി കൊടുക്കുന്നു, അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളിലൊക്കെ അവരുടെ പ്രായശ്ചിത്ത, പാപത്തിന്റെ പ്രായശ്ചിത്തമായിട്ട്. എന്നാൽ യഥാർത്ഥത്തില് യേശു കർത്താവ് തന്നെ ഒരു യാഗമായിട്ട്, അതായത് ആ ദൈവകോപം ഒഴിഞ്ഞു പോകുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ കോപം തന്റെ മേല് തന്നെ ഏറ്റെടുത്ത് ദൈവം തന്നെ മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ വന്ന് താൻ തന്നെ പ്രായശ്ചിത്തമായിട്ട് ക്രൂശിൽ മരിച്ചു എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പൊ ആ പ്രായശ്ചിത്തം എന്ന് പറയുന്ന ആ വാക്ക് എന്താ, ഈ ഹെലാസ്റ്റോരിയം എന്നുള്ള പദമാണ് പൗലോസ് ഉപയോഗിക്കുന്നത്. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ, ഈ കൃപാസനത്തിന് മേലാണ് രക്തം തളിച്ച്, അത് ആണ് ദൈവം കണ്ട് ഇസ്രായേൽ മക്കള് അതിനുള്ളിലുള്ള ആ ന്യായപ്രമാണമൊക്കെ ലംഘിച്ചിട്ടുണ്ടെങ്കിലും ഈ കുഞ്ഞാടിന്റെ അല്ലെങ്കിൽ ഈ കാളയുടെ ഒക്കെ രക്തം പ്രായശ്ചിത്തമായിട്ട് ആ കൃപാസനത്തെങ്കില് അത് മഹാപുരോഹിതൻ വർഷത്തിൽ ഒരു ദിവസം പാപപ്രായശ്ചിത്ത ദിവസം, അവരുടെ ഓഫ് അറ്റോൺമെന്റ്, മഹാപാപപ്രായശ്ചിത്ത ദിവസത്തില് ആ രക്തം തളിക്കുമ്പോൾ ആ രക്തം കണ്ടാണ് ഇസ്രായേൽ മക്കളുടെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരുന്നതായിട്ട് നമ്മൾ പഴയ നിയമത്തിൽ വായിക്കുന്നത്. നമ്മൾ ലേവ്യ പുസ്തകം 16-ാം അധ്യായത്തിലെ ആ മഹാപാപപ്രായശ്ചിത്ത ദിവസം, ഡേ ഓഫ് അറ്റോൺമെന്റിനെ കുറിച്ചൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോ ഞാൻ ഈ പറഞ്ഞു തരുന്നത് വെച്ചാൽ എന്താ, അപ്പൊ ഈ ഹിലാസ്റ്റീരിയോൺ എന്ന് പറയുന്നത്, അപ്പൊ ആ മേഴ്സി സീറ്റ്, ആ കൃപാസനം എന്നുള്ള വാക്ക് അത് യേശുവിന്റെ ആ പാപപ്രായശ്ചിത്ത യാഗത്തെയും യേശുവിനെയും കുറിക്കുന്ന ഒരു വാക്കായിട്ടാണ് നമ്മൾ പുതിയ നിയമത്തിലേക്ക് കമ്പയർ ചെയ്ത് വരുമ്പോൾ കാണുന്നത്. ഹിലാസ്റ്റീരിയോൺ എന്നുള്ള പദം പിന്നെ പുതിയ നിയമത്തിൽ ഒരേ ഒരിടത്ത് ഉപയോഗിക്കുന്നുള്ളൂ. അതെവിടാന്ന് വെച്ചാൽ എബ്രായ ലേഖനത്തില് ഈ കൃപാസനത്തെ കുറിച്ച് തന്നെ പറയുമ്പോൾ അവിടെ ഈ ഹിലാസ്റ്റീരിയോൺ എന്നുള്ള അതേ പദം തന്നെ പ്രായശ്ചിത്തത്തിനും കൃപാസനത്തിനും ഗ്രീക്കില് ഒരു പദം തന്നെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ എബ്രായ ലേഖനത്തിന്റെ 9-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തില് അതിനു മീതെ കൃപാസനത്തെ മൂടുന്ന തേജസ്സിന്റെ കെരൂബുകളും, ആ കൃപാസനത്തെ എന്നുള്ള വാക്ക് എബ്രായർ 9:5, എബ്രായർ 9:5 വാക്യത്തില് അതിന് മീതെ എന്ന് പറയുമ്പോൾ ഈ സാക്ഷ്യപ്പെട്ടകത്തിന്റെ കാര്യമാണ് 4-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. നിയമപ്പെട്ടകം അല്ലെങ്കിൽ സാക്ഷ്യപ്പെട്ട നിയമം അല്ലെങ്കിൽ സാക്ഷ്യം അല്ലെങ്കിൽ ആർക്ക് ഓഫ് ടെസ്റ്റിമണി, ആർക്ക് ഓഫ് ദ കവനന്റ്, അതിനെ മൂടുന്ന ഒരു കൃപാസനം, ഒരു ലിഡ് മാതിരി മൂടുന്ന കൃപാസനത്തെ മൂടുന്ന തേജസ്സിന്റെ കരുവുകളും ഉണ്ടായിരുന്നു. അതിപ്പോൾ ഓരോന്നായി വിവരിക്കാൻ കഴിവില്ല എന്നൊക്കെ പറഞ്ഞ് അവിടെ 5-ാമത്തെ വാക്യത്തിൽ നമ്മളിവിടെ ആ കൃപാസനം എന്നുള്ള വാക്കും അപ്പൊ കൃപാസനം എന്നുള്ള വാക്കും പ്രായശ്ചിത്തം എന്നുള്ള വാക്കും ഒരേ ഹിലാസ്റ്റീരിയോൺ എന്നുള്ള ഒരു പദമാണ്. അതാണ് കൃപാസനത്തെ കുറിക്കുന്നതായിട്ട് സെപ്റ്റുവജിന്റെ ട്രാൻസ്ലേഷനിൽ അവിടെ ഉപയോഗിച്ചതെന്നുള്ള കാര്യം. അതിൽ നിന്ന് ഇത്രയൊക്കെ നമുക്ക് ഇനിയിപ്പോ ഇത്ര മനസ്സിലാക്കിയാൽ മതി. യേശുക്രിസ്തു നമുക്ക് പ്രായശ്ചിത്തമായിട്ട്, അവിടുന്നാണ് നമ്മുടെ കൃപാസനം, അവിടുന്നാണ് നമ്മുടെ പാപപ്രായശ്ചിത്തമായിട്ട് മരിച്ചത്. അപ്പോ കർത്താവ് കിടന്നിരുന്നിടത്ത് രൂപകൾ അപ്പുറവും ഇപ്പുറവും ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഒരുപക്ഷെ യഹൂദനെ സംബന്ധിച്ചുള്ള, നമ്മളിപ്പോ ഈ കൃപാസനമൊന്നും നമ്മൾ അത്ര കാണുന്ന എന്തെങ്കിലുമൊക്കെ പടങ്ങളിലൊക്കെ കാണുന്നത്. അപ്പൊ യഹൂദന്മാരെ സംബന്ധിച്ചുള്ള അവര് കൊച്ചുനാൾ മുതലേ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളും ഒക്കെ അവരുടെ നമ്മുടെ സൺഡേ ക്ലാസ് എന്നൊക്കെ പറയുന്നത് പോലെ അവര് യഹൂദ മത പഠനമായിട്ട് അവർ മുമ്പോട്ട് പോകുമ്പോൾ ഇങ്ങനെ സാക്ഷ്യപ്പെട്ടകത്തിന്റെ ഡീറ്റെയിൽസും കെരൂബുകളും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും ഒക്കെ ആയിട്ട് അപ്പൊ ഒരു യഹൂദിനെ സംബന്ധിച്ചോളം ആ ഒരു 2 ദൂതന്മാർ അപ്പുറവും ഇപ്പുറവും ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് അവിടെ ദൈവത്തിന്റെ അതിപരിശുദ്ധ സ്ഥലത്തുള്ള ദൈവത്തിന്റെ സാന്നിധ്യത്തെ കുറിക്കുന്ന ഒരു ഓർമ്മ അവർക്ക് വരുന്ന തരത്തിലുള്ള ഒരു കാര്യമാണ്. അപ്പം വചനത്തിലുള്ള ചെറിയൊരു കാര്യം ഞാനതൊന്ന് അത് നമ്മളൊരു ഉത്സാഹത്തിനായിട്ട്, അപ്പൊ ഇത് നമ്മുടെ വചനത്തിൽ പ്രത്യക്ഷമായിട്ടില്ലാത്ത കാര്യം എന്നാ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമ്മൾ കാണുന്നത് കർത്താവിന്റെ ആ ഒരു വചനത്തിലെ ആ ഒരു മഹത്വത്തെ കുറിച്ചും തേജസ്സിനെ കുറിച്ചും ഒക്കെ ദൈവത്തിന്റെ വചനം എത്രമാത്രം വളരെ കൃത്യമായിട്ടുള്ള വചനമാണ്. അതിന്റെ ഓരോ വാക്കുകളും അതിന്റെ ആ ഓരോ കാര്യങ്ങളും ഒക്കെ എത്ര കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണെന്നൊക്കെ ഉള്ളൊരു കാര്യത്തെയും ആ വചനം നമുക്ക് എത്ര വിശ്വാസയോഗ്യമാണെന്നുള്ള കാര്യത്തെയൊക്കെ അരക്കിട്ട് ഉറപ്പിക്കാൻ ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ നമ്മളെ സഹായിക്കും. അത് അതിന്റെ പ്രായോഗികമായിട്ടുള്ള കാര്യം, നമ്മളെന്തോ വലിയ വലിയ കാര്യങ്ങൾ പറഞ്ഞല്ല, ചെറിയ കാര്യമാണ് അത്. ദൈവത്തിന്റെ വചനത്തിന്റെ ആ ഒരു കൃത്യതയും
ആ ഒരു മഹത്വം ഒക്കെ കാണാൻ ദൈവം നമ്മളെ അതിലൂടെ സഹായിക്കുമല്ലോ. പിന്നെ പിന്നെ നമ്മള് തിരിച്ച് തിരിച്ച് നമുക്ക് യോഹന്നാൻ 20 അധ്യായത്തിലേക്ക് നമുക്ക് തിരിച്ചു എത്താം. യോഹന്നാൻ 20 അധ്യായത്തില് അവിടെ അവിടെ ഞാൻ ചാൾസ് സ്പർജന്റെ കമന്ററിയിലെ ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ. ചാൾസ് സ്പർജൻ എന്ന് പറഞ്ഞ പ്രിൻസ് ഓഫ് പ്രീച്ചേഴ്സ്, പ്രസംഗങ്ങളുടെ രാജകുമാരൻ അറിയപ്പെടുന്ന നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരു ദൈവമനുഷ്യനായിരുന്നു. അപ്പം അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഗാർഡന്റെ ഒരു സിഗ്നിഫിക്കൻസ് പറയുമായിരുന്നു. ഇപ്പൊ ഏതൻ തോട്ടത്തിലായിരുന്നു മനുഷ്യന്റെ പാപത്തിന്റെ ആദ്യമായിട്ട് മനുഷ്യന്റെ പാപം സംഭവിച്ച ഏതൻ തോട്ടത്തിലായിരുന്നു. അതൊരു സ്ത്രീ മുഖാന്തരമായിരുന്നു, ഹവ്വ മുഖാന്തരമായിരുന്നു. എന്നാൽ ഇവിടെ അതുപോലൊരു തോട്ടത്തില്, ഇവിടെ തോട്ടം ഇവിടെ പൂന്തോട്ടമുള്ള തോട്ടം എവിടെ ഉള്ളത്? നമ്മളവിടെ 19-ാം അധ്യായത്തിൽ ഇതേ യോഹന്നാൻ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 41-ാമത്തെ വാക്യത്തില് കർത്താവിനെ അടക്കിയിരുന്നിടത്ത് എന്തുണ്ടായിരുന്നു? ഒരു തോട്ടം ഉണ്ടായിരുന്നു എന്ന അതിന്റെ 41-ാമത്തെ വാക്യത്തിൽ അവനെ ക്രൂശിച്ച സ്ഥലത്ത് തന്നെ ഒരു തോട്ടവും, ആ തോട്ടത്തിൽ മുമ്പേ ആരും വെച്ചിട്ടില്ലാത്ത പുതിയൊരു കല്ലറയും ഉണ്ടായിരുന്നു. അപ്പൊ ആ ക്രൂശിച്ച സ്ഥലത്ത് തന്നെയാണ് ഈ തോട്ടവും ഉള്ളത്, ഈ കല്ലറയുള്ളത്. നമ്മള് ചിലപ്പം കർത്താവിന്റെ ആ ക്രൂശും കല്ലറയൊക്കെ ഒരേ ഫ്രെയിമിലൊക്കെ ഉള്ള പിക്ചേഴ്സ് കണ്ടിട്ടുണ്ടായിരിക്കും. അത് കറക്റ്റ് എന്ന് വെച്ചാൽ ഈ തോട്ടവും കല്ലറയൊക്കെ അടുത്ത് തന്നെ, ആ ക്രൂശിച്ച സ്ഥലത്ത് തന്നെ തോട്ടം ഉണ്ടായിരുന്നു, അവിടെ തന്നെ ആയിരുന്നു ഈ കല്ലറ ഉണ്ടായിരുന്നേ. അപ്പോ ഈ ഹവ്വയാകുന്ന ഒരു സ്ത്രീയിലൂടാണ് ഒരു ഏദൻ തോട്ടത്തില് പാപവും അതിൻ്റെതായിട്ടുള്ള ഭവിഷ്യത്തുകളും ശാപങ്ങളും എല്ലാം വന്ന് വീണതെങ്കിൽ ഇവിടെ ഒരു സുപ്രഭാതത്തില്, ഒരു ഞായറാഴ്ച സുപ്രഭാതത്തില് കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ആ ഒരു സാക്ഷ്യം വഹിക്കാനായിട്ട് ദൈവം ഒരു സ്ത്രീയെ തെരഞ്ഞെടുത്തു എന്നുള്ളൊരു സ്പർജൻ എന്ന് പറയുന്ന പ്രിൻസിപ്പൽ നമ്മൾ സാധാരണ പെട്ടത് ആരും ചിന്തിക്കാത്ത പല കാര്യങ്ങളും ഒക്കെയാ അതുപോലെയുള്ള അവര് ദൈവമനുഷ്യരൊക്കെ അവരെ വചനത്തെ ധ്യാനിച്ച് കണ്ടെത്തിയിട്ടുള്ള കാര്യം. സ്പർജന്റെ വേറൊരു ആലിഗറി നമ്മൾ കുറച്ചാൾ മുമ്പ്, അത് ഇവിടെയുള്ള ബൈബിൾ സ്റ്റഡി വെച്ചായിരുന്നു ഞാൻ പറഞ്ഞത്. ഇത് കർത്താവിന്റെ വിലാവിൽ നിന്ന്, കർത്താവിന്റെ സൈഡിൽ നിന്ന് സൈഡ് കുത്തി തുളച്ചു എന്ന് പറയുമ്പോൾ ആദാമിനെ ഉറക്കി കിടത്തിയിട്ട് ഹവ്വയെ ഭാര്യയുടെ സൈഡിൽ നിന്ന് എടുത്തെന്ന് പറഞ്ഞതുപോലെയാണ് ക്രിസ്തു, രണ്ടാമത്തെ ആദാമായുള്ള ക്രിസ്തുവിനെ മരണമാകുന്ന ഉറക്കത്തിൽ കിടത്തിയിട്ട് അവിടെ തുളച്ചിട്ട്, ആ കർത്താവിന്റെ സൈഡ് തുളച്ചിട്ട് മണവാട്ടിയായിട്ടുള്ള സഭയെ ആ സൈഡിൽ നിന്നാണ് എടുത്തത്. ചില രക്തവും ജലവും ഒഴുകി എന്ന് പറയുമ്പോൾ അവിടെ അവിടെ നമ്മള് ആ രക്തത്തിലും ജലത്തിലും കഴുകപ്പെട്ടവരാണ് സഭയായിട്ടായിത്തീരുന്നത്. അപ്പം ആ ഒരു ആദാമിന്റെ സൈഡിൽ നിന്ന് ഹവ്വയെ പുറത്തെടുത്തു എന്ന് പറയുന്നത് പോലെയാണ് കർത്താവിന്റെ സൈഡിൽ നിന്ന് സഭയെ പുറത്തെടുത്തു എന്നുള്ളതിന്റെ ഒരു ആലിഗറി. അതും ഇങ്ങനെ സ്പർജന്റെ ഒരു ചിന്തയാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ നമ്മൾ വചനത്തിലെ അതുപോലുള്ള ചില കോറിലേഷൻസ് ഒക്കെ കാണുന്ന നമുക്കതൊരു സന്തോഷം നൽകുന്ന കാര്യമാണ്. അപ്പൊ ആ ഒരു കാര്യം, അപ്പൊ അന്ന് ആ ഒരു ഏദൻ തോട്ടത്തില് ഹവ്വയുടെ പാപനിമിത്തം ഒരുപാട് ദുഃഖവും പ്രയാസങ്ങളും എല്ലാം മനുഷ്യരാശിയിലേക്ക് വർദ്ധിച്ചു വന്നെങ്കിൽ ഇവിടെ ഈ പുനരുദ്ധാനത്തിന്റെ സമയത്ത് അതിന്റെ എല്ലാം ആ പാപത്തിൻ്റെതെല്ലാം പരിഹരിച്ച് എല്ലാം നിവൃത്തിയായി എന്ന് പറഞ്ഞ് കർത്താവ് പുനരുദ്ധാനം ചെയ്യുമ്പം അതേപോലെ ഒരു തോട്ടത്തില് ഒരു സ്ത്രീക്ക് തന്നെ ആ പുനരുദ്ധാനത്തിന്റെ ക്രിസ്തുവിനെ, അതിന്റെ വലിയ ആശ്വാസത്തെ, നീ എന്തിനാ കരയുന്നേ, ആ ഒരു കംഫർട്ട് റിച്ച് ആൻഡ് ഡിവൈൻ, ദ ന്യൂസ് ഓഫ് കംഫർട്ട് റിച്ച് ആൻഡ് ഡിവൈൻ കെയിം ടു വുമൺ ത്രൂ ദ വുമൻസ് പ്രോമിസ്, വുമൻസ് പ്രോമിസ് സീഡ്, സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കുമെന്ന് ഉൽപ്പത്തി 3:15 നമ്മൾ വായിക്കുന്നത് പോലെ ഒരു സ്ത്രീയിലേക്ക് ആ ഒരു ആ സ്ത്രീയിലൂടെ പാപം കടന്നു വന്നെങ്കിൽ ഒരു സ്ത്രീക്ക് വലിയൊരു കംഫർട്ട്, വലിയൊരു ആശ്വാസവും വലിയൊരു പ്രത്യാശയൊക്കെ നൽകിക്കൊണ്ട്, നീ എന്തിനാ കരയുന്നേ, നീ എന്തിനാ ആരെ അന്വേഷിക്കുന്നതൊക്കെ ചോദിച്ച് മറിയെന്ന് വിളിച്ച് ഉള്ള ആ കർത്താവിന്റെ ഒരു ആശ്വാസം അന്ന് നമ്മുടെ ഹവ്വാമ്മച്ചിയും ആദാമൊക്കെ ഒത്തിരി പൊട്ടിക്കരഞ്ഞു കാണും. എന്താ ഇവിടെ മഗ്ദലക്കാരത്തി മറിയ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് കർത്താവിന്റെ ഒരു ആശ്വാസം 4000-ഓളം വർഷങ്ങൾക്ക് ശേഷം, അതായത് ആദാം പാപം ചെയ്ത് ഏകദേശം 4000-ഓളം വർഷങ്ങൾക്ക് ശേഷമാണ് ക്രിസ്തു കർത്താവ് അവതരിച്ചതെന്നാണ് നമ്മുടെ ചരിത്രത്തിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. പിന്നെ കർത്താവ് അവളോട് പറയുന്ന ഒരു വാക്ക് നമ്മളിവിടെ, ഡു നോട്ട് ക്ലിങ് ടു മീ എന്ന് പറയുന്ന ഒരു 17-ാമത്തെ വാക്യം, സ്റ്റോപ്പ് ക്ലിങ്ങിങ് ടു മീ, 17-ാമത്തെ വാക്യം. അത് പലരും ഒത്തിരിയൊക്കെ തെറ്റിദ്ധരിച്ചൊക്കെ അതിനെക്കുറിച്ചൊക്കെ തെറ്റായി ഇന്റർപ്രറ്റ് ചെയ്ത് അതുപോലെയൊക്കെയുള്ള കർത്താവിനെ ദുഷിക്കുന്ന രീതിയിലുള്ള പല അങ്ങനെയൊക്കെയുള്ള ചില സാഹിത്യങ്ങളും ഒക്കെ വന്ന്
യുനോ അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും ഒക്കെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ സ്റ്റോപ്പ് ക്ലിങ്ങിങ് ടു, എന്നെ തുടരുത് എന്ന് പറയുമ്പോൾ ഡു നോട്ട് ടച്ച് മീ എന്നുള്ളൊരു അർത്ഥത്തിലല്ല, മറിച്ച് അവിടെ ഗ്രീക്കില് അതൊരു പ്രസന്റ് ഇമ്പറേറ്റീവ് വിത്ത് എ നെഗറ്റീവ് ആണ് എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാല് സ്റ്റോപ്പ് ഡൂയിങ് സംതിങ് എന്ന് പറഞ്ഞാൽ എന്നെ ഇവിടെ ഡീറ്റെയിൻ ചെയ്യരുത്, എന്നുവെച്ചാൽ എന്നെ ഇവിടെ പിടിച്ചു നിർത്തേണ്ട കാര്യമില്ല, ഞാൻ പിന്നെയും നിങ്ങൾക്ക് പ്രത്യക്ഷനാകും. ഞാനിനി ഈ പാപപ്രായശ്ചിത്ത ബലി ആയിട്ട് ഈ മഹാപുരോഹിതനെ എങ്ങോട്ട് പോകണം? അവിടെ അതിപരിശുദ്ധ സ്ഥലത്ത് വേണം ഈ മഹാപുരോഹിതൻ ആണ്ടിലൊരിക്കൽ പാപപ്രായശ്ചിത്തത്തിന്റെ രക്തവുമായിട്ട് അതിപരിശുദ്ധ സ്ഥലത്തേക്ക് തിരച്ചിലേക്ക് അപ്പുറം കടന്നു ചെല്ലണം. അപ്പോഴാ എല്ലാം പൂർത്തിയാകുന്നത് എന്ന് പറയുന്നത് പോലെ ഇനി എനിക്ക് ശുശ്രൂഷയുണ്ട്, ഇനി ഞാൻ നിങ്ങളെ കാണും. സ്റ്റോപ്പ് ക്ലിങ്ങിങ് ടു മീ എന്ന് പറയുമ്പോൾ എന്നെ ഇവിടെ പിടിച്ചു വെക്കണ്ട, അതായത് എന്നെ തുടരുത്, എന്നെ തൊട്ടാൽ ഞാൻ അശുദ്ധമാവും അങ്ങനെയുള്ള അർത്ഥത്തിലല്ല ഇവിടെ പറയുന്നത്, മറിച്ച് എന്നെ ഇവിടെ പിടിച്ചു വെക്കേണ്ട ആ ഒരു ആ ഗ്രീക്കിലെ ആ ഒരു ടെൻസ് പ്രസന്റ് ഇമ്പറേറ്റീവ് വിത്ത് നെഗറ്റീവ് എന്ന് പറയുമ്പോൾ സ്റ്റോപ്പ് ഡൂയിങ് സംതിങ് റാദർ ദാൻ ഡു നോട്ട് ഡു സംതിങ് എന്നുള്ള കാര്യമാണ് ഗ്രീക്ക് പണ്ഡിതന്മാർ പറയുന്നത്. എന്ന് പറഞ്ഞാൽ കർത്താവ് അതിപരിശുദ്ധ സ്ഥലമാകുന്ന സ്വർഗസിംഹാസനത്തിലേക്ക് പോയി തന്റെ തന്നെ രക്തവുമായിട്ട് ആ മഹാപുരോഹിതനായിട്ടുള്ള കർത്താവ്, മെൽക്കിസേദെക്കിന്റെ ക്രമപ്രകാരമുള്ള മഹാപുരോഹിതനായിട്ടുള്ള കർത്താവ് നമുക്കായിട്ട് പിതാവിന് മുമ്പാകെ തന്റെ രക്തവുമായിട്ട് അവിടെ പ്രത്യക്ഷപ്പെടുമ്പോൾ അവിടെ മനുഷ്യരാശിയുടെ പാപത്തിന്റെ ആ ഒരു പൂർണ്ണമായിട്ടുള്ള ആ ഒരു പ്രായശ്ചിത്തം ആയി കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ഇനി എനിക്ക് പിതാവിന്റെ അടുക്കിലേക്ക് പോകാനുണ്ട്, അതുകൊണ്ട് ഇവിടെ എന്നെ പിടിച്ചു നിർത്തണ്ട, ഞാൻ ഇനിയും നിങ്ങളുടെ കൂടെ തന്നെ ഇനിയും നിങ്ങൾക്ക് പ്രത്യക്ഷമാകും എന്നുള്ള ഒരു അർത്ഥത്തിലാണ് കർത്താവ് അവിടെ സ്റ്റോപ്പ് ക്ലിങ്ങിങ് ടു മീ, എന്നെ തുടരുത് എന്നുള്ളത് ആ മലയാള പരിഭാഷ അത്ര അങ്ങ് കറക്റ്റ് ആയിട്ട് വരുന്നില്ല എന്നുള്ളൊരു കാര്യം നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ മതി. പിന്നെ നമുക്ക് ഇനിയിപ്പോ അടുത്ത പോർഷനിലോട്ട് പോകാമല്ലോ. അപ്പം നമ്മള് 17ാമത്തെ വാക്യം ഇപ്പം വായിച്ചു. അപ്പൊ പിന്നെ 18ാമത്തെ വാക്യം എല്ലാം നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നമ്മൾ പറയുന്നുണ്ടായിരുന്നു. മഗ്ദലക്കാരത്തി മറിയ അതിന്റെ 18ാമത്തെ വാക്യം ഞാൻ വായിക്കുവാണേ. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിന് 18ാമത്തെ വാക്യം, മഗ്ദലക്കാരി മറിയ വന്ന് താൻ കർത്താവിനെ കണ്ടു എന്നും അവൻ ഇങ്ങനെ തന്നോട് പറഞ്ഞു എന്നും ശിഷ്യന്മാരോട് അറിയിച്ചു. യഥാർത്ഥത്തില് ഫസ്റ്റ് വിറ്റ്നസ് ഓഫ് ജീസസ് റിസറക്ഷൻ എന്ന് ഇപ്പൊ നമ്മൾ നോക്കുമ്പോ ഈ കർത്താവ് പുനരുദ്ധാനം ചെയ്ത ദിവസം തന്നെ കർത്താവ് 5 പ്രാവശ്യമെങ്കിലും പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളൊരു കാര്യം നമ്മൾ വചനം വായിക്കുമ്പോൾ കാണുന്നത്. അപ്പോ ഇവിടെ യോഹന്നാൻ 20-ാം അധ്യായത്തിന്റെ ഈ 11 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ മഗ്ദലക്കാരത്തി മറിയത്തിനാണ് ആദ്യം പ്രത്യക്ഷപ്പെട്ടത്. അപ്പൊ ആദ്യം പ്രത്യക്ഷപ്പെട്ടതെന്ന് അത്രയ്ക്ക് നമുക്കങ്ങ് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ നമ്മൾ മർക്കോസിലേക്ക് ഒന്ന് നോക്കിയാൽ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. മർക്കോസ് ഇവിടെ ഒരു വിരൽ വെച്ചോണ്ട് മർക്കോസ് 16-ാം അധ്യായത്തിലേക്ക് നമ്മൾ പോകുമ്പോ മർക്കോസ് 16-ാം അധ്യായത്തില് അവിടെ മഗ്ദലക്കാരത്തിക്ക് തന്നെ മഗ്ദലക്കാരത്തി മറിയത്തിന് തന്നെ ആദ്യം ഒന്ന് അവിടെ അതിന്റെ 9-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, അവൻ ആഴ്ചവട്ടത്തിന് 1-ാം നാൾ രാവിലെ ഉയർത്തെഴുന്നേറ്റ് തന്നെ 7 ഭൂതങ്ങളെ പുറത്താക്കിയിരുന്ന മഗ്ദലക്കാരി മറിയയ്ക്ക് ആദ്യം പ്രത്യക്ഷമായി എന്ന് സംശയലേശമന്യേ അവിടെ പറയുന്നുണ്ട്. അപ്പോ അതിനുശേഷമാണ് അത് മഗ്ദലക്കാരി മറിയത്തിന് ആദ്യം പ്രത്യക്ഷമായി, കർത്താവിന്റെ ഫസ്റ്റ് അപ്പിയറൻസ് എന്ന് പറയാം. പിന്നെ രണ്ടാമത് ആർക്കായിരിക്കും? നമ്മൾ മത്തായി 28-ലേക്ക് പോവുകയാണെങ്കിൽ രണ്ടാമത്തെ അപ്പിയറൻസ് മത്തായി 28-ന്റെ 9-ഉം 10-ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ ഈ മഗ്ദലക്കാരി മറിയത്തിന് ആദ്യം പ്രത്യക്ഷമായി. എന്നാൽ അത് കേൾക്കുമ്പോൾ ബാക്കിയുള്ള മറിയന്മാർക്ക് ഇപ്പൊ കർത്താവ് അവർക്ക് പ്രത്യക്ഷമായില്ലായിരുന്നെങ്കിൽ ബാക്കിയുള്ള അയ്യോ ഞങ്ങളും പാടുപെട്ട് ഉറക്കമൊക്കെ വിളച്ച് രാവിലെ ചെന്ന് ഈ മഗ്ദലക്കാരി മറിയത്തിന്റെ കൂടെ ചെന്നതായിരുന്നു, അതിന്റെ കർത്താവ് ഞങ്ങളോട് എന്താ പിണങ്ങിയോ, ഞങ്ങൾക്ക് പ്രത്യക്ഷമായില്ല, ആ സഹോദരിമാര് വല്ലാതെ ഒരു വിഷമിച്ചു പോയേനെ. പക്ഷെ എന്നാൽ ദൈവം അങ്ങനെ ആരെയും കൈവിടുന്ന കർത്താവല്ല. മഗ്ദലക്കാരി മറിയത്തിന് കർത്താവ് അതുപോലൊരു ഓണർ കൊടുത്തു, അതുപോലൊരു ആ ഒരു പദവി കൊടുത്തു. ആദ്യം തന്റെ പുനരുദ്ധാന ശരീരം കാണുവാനായിട്ട് പുനരുദ്ധാനം ചെയ്തതിനു ശേഷം ആദ്യത്തെ സാക്ഷിയാകുവാനും മഗ്ദലക്കാരത്തി മറിയത്തിന് അതുപോലൊരു കർത്താവ് ഒരു പദവി കൊടുത്തു. എന്നാൽ നമ്മള് മത്തായി 28-ന്റെ 8, 9, 10 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ എന്നാൽ യേശു അവരെ എതിരേറ്റു. ആരെ എതിരേറ്റ? 8-ാമത്തെ വാക്യത്തിൽ, അങ്ങനെ അവർ വേഗത്തിൽ ഭയത്തോടും മഹാസന്തോഷത്തോടും കൂടെ കല്ലറ വിട്ട് അവന്റെ ശിഷ്യന്മാരോട് അറിയിക്കാൻ ഓടിപ്പോയി. അപ്പം ദൂതന്മാര് പറയുന്നത് കേട്ട് ബാക്കിയുള്ള മറിയമാരും ഒക്കെ നമ്മളവിടെ വായിക്കുന്നുണ്ട്. മഗ്ദലക്കാരി മറിയും മറ്റേ മറിയും എന്ന് പറയുന്നത് അത് അവിടെ അതിന് തൊട്ട് മുമ്പേ മദർ ഓഫ് ജെയിംസ് ആൻഡ് ജോസഫ് എന്നൊക്കെ നമ്മള് മത്തായി 27-ന്റെ 56-ലൊക്കെ വായിക്കുന്നുണ്ട്.
മഗ്ദലക്കാരി മറിയവും യാക്കോബിന്റെയും യോസയുടെയും അമ്മയായ മറിയയും സെബദിപുത്രന്മാരുടെ അമ്മയൊക്കെ ഉണ്ടായിരുന്നു വായിക്കുന്നുണ്ട്. അപ്പൊ ആ മറ്റേ മറിയ എന്ന് പറയുന്നത് ഈ യാക്കോബിന്റെ യോസയുടെ അമ്മയുടെ കാര്യമാണ് പറയുന്നത്. പിന്നെ മർക്കോസിന്റെ സുവിശേഷത്തിലും നമ്മൾ യോഹന്നയെ കുറിച്ചൊക്കെ, യോഹന്നയാണോ നോക്കട്ടെ, മർക്കോസ് 16 അവിടെ ശലോമിയെ കുറിച്ച്, യോഹന്നയല്ല ശലോമിയെ കുറിച്ചൊക്കെ വായിക്കുന്നുണ്ട്. അപ്പൊ ആ ശലോമി, മഗ്ദലക്കാരത്തി മറിയ അവിടെ കരഞ്ഞുകൊണ്ടിരുന്ന കർത്താവ് ആദ്യം പ്രത്യക്ഷ കിട്ടും. ബാക്കിയുള്ള ശലോമി, യാക്കോബിന്റെ യോസയുടെ അമ്മയായിട്ടുള്ള മറിയ, പിന്നെ ലൂക്കോസ് നമ്മൾ നോക്കുമ്പോൾ എവിടെ, ലൂക്കോസ് 24 അധ്യായത്തില് അവരുടെ പേര് ഒന്നുകൂടെ എടുത്ത് പറയുന്നുണ്ട്. ലൂക്കോസ് 20 അവിടെ യോഹന്നെ കുറിച്ച് പറയുന്നുണ്ട്. ലൂക്കോസ് 24 10 വാക്യം, അവർ ആരെന്നാൽ മഗ്ദലക്കാരത്തി മറിയ, യോഹന്ന, യാക്കോബിന്റെ അമ്മ മറിയ. അപ്പം യോഹന്നയുണ്ട്, മഗ്ദലക്കാരത്തി മറിയ ഉണ്ട്, യാക്കോബിന്റെ അമ്മ മറിയ ഉണ്ട്. പിന്നെ നമ്മൾ ഈ മർക്കോസ് 16 നോക്കുമ്പോൾ ശലോമിയുണ്ട്. പിന്നെ വേറെയും സ്ത്രീകൾ എന്നുള്ളൊരു വാക്കും കൂടെ ആൻഡ് അതർ വുമൻ വിത്ത് എന്നും പറയുന്നുണ്ട്. ഇപ്പം എന്നിങ്ങനെ അവരോട് കൂടെ ഉണ്ടായിരുന്ന മറ്റു സ്ത്രീകളും. അപ്പൊ അറ്റ്ലീസ്റ്റ് 4 പേരോ അതിൽ കൂടുതലോ ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യമൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം മഗ്ദലക്കാരത്തി മറിയ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ടിരുന്നു. കർത്താവ് ആദ്യം പ്രത്യക്ഷപ്പെട്ടു. എന്നാൽ ഈ ദൂതന്മാരുടെ ശബ്ദം കേട്ടിട്ട് പോയ ബാക്കി മറിയന്മാർക്ക് കർത്താവ് പ്രത്യക്ഷപ്പെടുന്ന ആ ഒരു കാര്യം നമ്മളിപ്പം മത്തായി 28:9-10 ഇങ്ങനെ വായിച്ച്, യേശു അവരെ എതിരേറ്റു, നിങ്ങൾക്ക് വന്ദനം എന്ന് പറഞ്ഞു. അവർ അടുത്ത് ചെന്ന് അവന്റെ കാൽ പിടിച്ച് അവനെ നമസ്കരിച്ചു. യേശു അവരോട് ഭയപ്പെടേണ്ട, നിങ്ങൾ പോയി എന്റെ സഹോദരന്മാരോട് ഗലീലയ്ക്ക് പോകുവാൻ പറയുവിൻ, അവിടെ ഞാൻ അവരെ കാണും. അതായത് കർത്താവ് ഇപ്പൊ ഉള്ളത് യെരുശലേമിൽ അവർക്ക് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. യെരുശലേമിന്റെ വെളിയിൽ ആ കർത്താവ് ക്രൂശിക്കപ്പെട്ടത്. അപ്പൊ ആ കല്ലറയ്ക്ക് മുമ്പിൽ അവരുള്ളത്. അവര് ശിഷ്യന്മാരുടെ അടുത്തേക്ക് പോകുമ്പോൾ ഗലീലയ്ക്ക്, അതായത് നോർത്തേൺ ഇസ്രായേൽ, വടക്കേ ഇസ്രായേലിലോട്ട് ഞാൻ അതിനു മുമ്പേ നിങ്ങൾക്ക് മുമ്പേ ഞാൻ ഗലീലയ്ക്ക് വരൂ എന്നുള്ള കാര്യമൊക്കെ കർത്താവ് അന്ത്യത്താഴം കഴിഞ്ഞതിന് ശേഷം ശിഷ്യന്മാർക്ക് പറയുന്ന ആ ഒരു വാക്യമൊക്കെ നമ്മൾ ഇതിനു മുമ്പ് കഴിഞ്ഞതിന്റെ 2 ആഴ്ച മുമ്പ് നമ്മൾ ആ വാക്യമൊക്കെ കണ്ടായിരുന്നു. മത്തായി 26 കർത്താവ് അത് പറയുന്നുണ്ട്. മത്തായി 26 32 വാക്യമാണ്. മത്തായി 26 32 വാക്യത്തിൽ, എന്നാൽ ഞാൻ ഉയർത്തെഴുന്നതിന്റെ ശേഷം നിങ്ങൾക്ക് മുമ്പായി ഗലീലയിലേക്ക് പോകുമെന്ന് കർത്താവ് ആ ഒലിവുമലയിലേക്ക് ചെന്ന്, അതായത് അന്ത്യത്താഴം കഴിഞ്ഞ് ഒലിവുമലയിലേക്ക് ചെന്ന് അവരെ സ്തോത്രം പാടി ശേഷം നിങ്ങൾക്ക് മുമ്പായിട്ട് ഗലീലയ്ക്ക് പോകുന്ന പറയുമ്പോൾ കർത്താവ് പുനരുദ്ധാനം ചെയ്തതിന് ശേഷം ഗലീലയ്ക്ക് പോകും, അവിടെ പ്രത്യക്ഷമാകും എന്നുള്ള കാര്യം അവിടെ പറയുന്നത്. അപ്പം കർത്താവ് പുനരുദ്ധാനം ചെയ്തതിന് ശേഷം ആദ്യം മഗ്ദലക്കാരത്തി മറിയത്തിന് പ്രത്യക്ഷമായി. നമ്മളപ്പോൾ അത് യോഹന്നാൻ 20 കണ്ടു, ലൂക്കോസ് 16 കണ്ടു. പിന്നെ രണ്ടാമത് പ്രത്യക്ഷമായത് ആർക്കാ? ഈ ബാക്കിയുള്ള സഹോദരിമാർക്ക്, ബാക്കിയുള്ള മറിയമാർക്കും ശലോമി, യോഹന്ന ഒക്കെ പ്രത്യക്ഷമായി. പിന്നെ ആർക്ക് പ്രത്യക്ഷമായെന്ന് ചോദിച്ചാൽ നമ്മൾ ലൂക്കോസ് 24 എമ്മാവൂസിലേക്കുള്ള ശിഷ്യന്മാർക്ക് പ്രത്യക്ഷമായതായിട്ട്. എമ്മാവൂസിലുള്ള ശിഷ്യന്മാർക്കാണോ പത്രോസിനാണോ ആദ്യം പ്രത്യക്ഷമായെന്ന് നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല. എങ്കിലും എമ്മാവൂസിലുള്ള ശിഷ്യന്മാർക്ക് പ്രത്യക്ഷമായതായിട്ട് നമ്മൾ ലൂക്കോസ് 24 നമ്മളത് ലൂക്കോസ് 24 13 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ അത് നമുക്ക് അറിയാം. ഞാൻ അതിലോട്ടൊന്നും പോകുന്നില്ല. അതേ കാര്യം തന്നെ മർക്കോസ് 16 12 13 വാക്യങ്ങളിൽ ഈ എമ്മാവൂസിലുള്ള ശിഷ്യന്മാരെ കുറിച്ച ഒരു സൂചന നമ്മൾ അവിടെ മർക്കോസ് 16 12 13 വാക്യങ്ങളിൽ വായിക്കുന്നുണ്ട്. പിന്നെ ആർക്കായിരിക്കും പ്രത്യക്ഷനായത്? പിന്നെ ആർക്കാ പ്രത്യക്ഷനായെന്ന് പറഞ്ഞാൽ പത്രോസിനാ പ്രത്യക്ഷനായ. ആ വാക്യം നമ്മൾ കഴിഞ്ഞ 2 ആഴ്ച നമ്മൾ കണ്ടായിരുന്നു. ലൂക്കോസ് 24 അത് നമ്മൾ അത്ര അങ്ങ് പ്രചരമായിട്ട് നമ്മൾ എവിടെയും ഇങ്ങനെ പ്രസംഗിക്കപ്പെടുന്നതെന്ന് ചിലപ്പോൾ നമ്മൾ കേൾക്കുന്നില്ല. പക്ഷെ എങ്കിലും വചനത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ 2 റെഫറൻസ് അവിടെ ഉണ്ട്. പത്രോസിന് ബാക്കി ശിഷ്യന്മാർക്ക് മുമ്പേ പ്രത്യക്ഷപ്പെട്ടേ എന്നുള്ള കാര്യം, പത്രോസിന്റെ ആ ഒരു നില കർത്താവ് പറഞ്ഞ് നമ്മളുടെ ആ ഒരു നമ്മളെ കൂടുതൽ നീഡിലുള്ളവർക്ക് കർത്താവ് കൂടുതലായിട്ട് ആശ്വാസവും സമാധാനവും കൊടുക്കുന്നത്. എനിക്ക് കുറവൊന്നുമില്ല, എനിക്ക് വലിയ കുഴപ്പമൊന്നും ഇല്ലെന്ന് ഇരിക്കുമ്പോൾ എനിക്കൊന്നിനും മുട്ടില്ല, എനിക്കൊന്നിനും കുറവില്ലെന്നും പറഞ്ഞ് ലഘുതയ്ക്ക് മൂപ്പിനിരിക്കുന്ന കാര്യം നമ്മള് വെളിപാട് 3:17 വായിക്കുന്നുണ്ട്. അപ്പം ഇന്ന് ആത്മാവിൽ ദാരിദ്ര്യത്തോടെ കൂടുതലായിട്ടൊരു നുറുക്കത്തിലിരിക്കുന്നവർക്ക് കൂടുതലായിട്ടുള്ള ഒരു കഷ്ടം, കർത്താവിന്റെ കഷ്ടം അനവധിയാകുന്നത് പോലെ കർത്താവിന്റെ ആശ്വാസം അനവധിയാകുന്നുവെന്ന് 2 Corinthians 1:5 നമ്മൾ വായിക്കുന്നുണ്ട്. പിന്നെ 90 സങ്കീർത്തനത്തിന്റെ 15 വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന കർത്താവ് നമ്മളെ ക്ലേശിപ്പിച്ച സംവത്സരങ്ങൾക്ക് ഒത്തവണ്ണം, നമ്മൾ അനർത്ഥങ്ങൾ കണ്ട സംവത്സരങ്ങൾക്ക് ഒത്തവണ്ണം കർത്താവ് നമ്മളെ സന്തോഷിപ്പിക്കുന്ന ഒരു കർത്താവ് എന്ന് പറഞ്ഞാല് നമ്മളുടെ ജീവിതത്തിലെ ക്ലേശങ്ങളും കഷ്ടങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അതിനൊത്തവണ്ണം നമ്മൾ നമ്മെ തന്നെ താഴ്ത്തി കർത്താവിനോട് അടുക്കുവാണെങ്കിൽ കർത്താവ് നമ്മളെ അധികമായിട്ട് ആശ്വസിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യുന്നൊരു കർത്താവ്. നമ്മളുടെ എന്റെ ജീവിതത്തിൽ മാത്രം ഇത്രയും കഷ്ടം ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ ആ കഷ്ടങ്ങളിലൂടെ നാം കർത്താവിനെ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുവാണ്. ആ കഷ്ടത്തിന് നടുവില് കർത്താവിനോട് മത്സരിക്കാതെ പെറുവിറുക്കാതെ നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുവാണെങ്കിൽ
ആ കഷ്ടങ്ങളിലൂടെ അധികമായിട്ടുള്ളൊരു സമർത്ഥമായിട്ടൊരു ആശ്വാസം ലഭിക്കുവാൻ അത് ഇടയാകും എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ആ പത്രോസിന് ആദ്യം പ്രത്യക്ഷനായതിനെ കുറിച്ച് കാണുന്നത്. പത്രോസിന് ആദ്യം പ്രത്യക്ഷനായതിനെ കുറിച്ചുള്ള രണ്ട് വചനത്തിന് റെഫറൻസസ് എവിടെയൊക്കെയാണ് നമ്മളത് രണ്ടാഴ്ച മുമ്പ് പറഞ്ഞായിരുന്നു. ലൂക്കോസ് 24 34 മുതൽ 35 വരെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ എമ്മാവൂസിലുള്ള ശിഷ്യന്മാര് തങ്ങൾക്ക് യേശു പ്രത്യക്ഷമായി എന്നുള്ളൊരു കാര്യം, എമ്മാവൂസിലുള്ള ശിഷ്യന്മാർക്ക് യേശു കർത്താവ് പുനരുദ്ധാനം ചെയ്ത അതേ ദിവസം തന്നെ പ്രത്യക്ഷപ്പെട്ട എന്നുള്ളൊരു കാര്യമാണ് നമ്മള് വചനത്തിൽ കാണുന്നത്. അപ്പൊ ആ അതേ ദിവസം തന്നെ പ്രത്യക്ഷപ്പെട്ടു. അത് ശിഷ്യന്മാരെന്ന് പറയുമ്പോൾ ഒരുപക്ഷെ അത് രണ്ട് പുരുഷന്മാരായിരിക്കണമെന്നില്ല. അവര് വീട്ടിലേക്ക് പോയി എന്നൊക്കെ പറയുമ്പോൾ ഒരുപക്ഷെ ഒരു സഹോദരനും ഭാര്യയായിട്ടുള്ള സഹോദരി ആയിരിക്കും അവര് വീട്ടിലേക്ക് പോയതായിട്ടൊക്കെ നമ്മൾ വായിക്കുകയും കർത്താവ് അവർക്ക് അപ്പം നുറുക്കി കൊടുത്തതായിട്ട് ഇപ്പൊ ഒരു കപ്പിളായിരിക്കും, ഒരു ദമ്പതിമാരായിരിക്കും എന്നൊക്കെ സാങ്ക്വേറിൽ നിന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ മോശത്തിലുള്ള ശിഷ്യന്മാർ എന്ന് പറയുമ്പോൾ നമ്മൾ പുരുഷന്മാർ പെട്ടെന്ന് രണ്ടാണുങ്ങളായിരിക്കും ചിന്തിക്കുന്നത്, പക്ഷേ ഒരു പുരുഷനും സ്ത്രീ ആയിരിക്കും എന്നുള്ളൊരു ക്ലൈപ്പാവൻ ഭാര്യയാണെന്നൊക്കെയുള്ള ഒരു അങ്ങനെ ഒരു ചിന്തയുണ്ട്. ആ ക്ലൈപ്പാവന്റെ ഭാര്യയാണ് ആ ക്രൂശിക്കപ്പെട്ട ആ ഒരു സമയത്ത് അവിടെയും ക്ലൈപ്പാവിന്റെ ഭാര്യ അവിടെ നിന്നിരുന്നതായിട്ടൊക്കെ നമ്മൾ യോഹന്നാൻ 19 അധ്യായത്തിലൊക്കെ നമ്മൾ കണ്ടായിരുന്നു. യോഹന്നാനെ ഇതാ നിന്റെ അമ്മയെന്നും ഇതാ നിന്റെ മകൻ എന്നൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ക്ലൈപ്പാവിന്റെ ഭാര്യയും അവിടെ ഉണ്ടായിരുന്നതായിട്ടൊക്കെ നമ്മൾ യോഹന്നാൻ 19 ആ വാക്യം ഞാൻ അങ്ങ് എടുക്കണമെങ്കിൽ ഞാൻ അങ്ങ് എടുത്ത് വായിക്കാം. യോഹന്നാൻ 19 അവിടെ അതിന്റെ 25 വാക്യത്തിൽ വായിക്കുന്നുണ്ട്, യേശുവിന്റെ ക്രൂശിനരികെ അവന്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലയോപ്പാവിന്റെ ഭാര്യ മറിയയും മഗ്ദലക്കാരി മറിയയും ഉണ്ടായിരുന്നു. അപ്പൊ ക്ലയോപ്പാവും ഭാര്യയും ആയിരുന്നിരിക്കാം എന്നുള്ളൊരു കാര്യമൊക്കെ നമ്മുടെ അങ്ങനെ എന്നുള്ളൊരു ചിന്തയൊക്കെ ഉണ്ട്. അതിൽ ഒരാൾ ക്ലയോപ്പാവെന്ന് നമ്മൾ ഇവിടെ ലൂക്കോസ് 24 തന്നെ വായിക്കുന്നുണ്ട്. അപ്പം പിന്നെ ക്ലയോപ്പാവിന്റെ ഭാര്യ ആയിരിക്കാനുള്ള സാധ്യതയുള്ളത്. ലൂക്കോസ് 24 18 വാക്യം നമ്മൾ വായിക്കുകയാണെങ്കിൽ അതിൽ ഒരാളുടെ പേര് ക്ലയോപ്പാവെന്നാണ് എന്നുള്ള കാര്യം വായിക്കുന്നുണ്ട്. അപ്പൊ ക്ലയോപ്പാവിന്റെ ഭാര്യയായിട്ടുള്ള മറിയ ആയിരിക്കും മറ്റേതെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവർ വീട്ടിലോട്ട് പോയി എന്ന് വായിക്കും. ആ ക്ലയോപ്പാവിന്റെ ഭാര്യയെ കുറിച്ച് യോഹന്നാൻ 19:25 റെഫറൻസ് കാണുന്നുണ്ട്. ആ ഒരു ക്ലയോപ്പാവും ഭാര്യ ആയിരിക്കാം എന്നുള്ളൊരു കാര്യം നമ്മൾ ഇതിന് മനസ്സിലാക്കുന്നത്. അപ്പം പത്രോസിന് ആദ്യം പ്രത്യക്ഷനാവുന്ന എവിടെ നമ്മൾ കണ്ടേ ആ ലൂക്കോസ് 24:33 ഇപ്പൊ നമ്മൾ വായിച്ചു. അവര് ആ നാഴികയിൽ തന്നെ അവര് എഴുന്നേറ്റ് യെരൂശലേമിലേക്ക് മടങ്ങിപ്പോന്നു. കർത്താവ് വാസ്തവമായി ഉയർത്തെഴുന്നേറ്റു. അപ്പൊ എന്താ വായിക്കുന്നത് 34 ശിമോന് പ്രത്യക്ഷനായി എന്ന് കൂടിയിരുന്നു പറയുന്ന 11 പേരെയും കൂടെ ഉള്ളവരെയും കണ്ടു. ആ 11 പേരെ എന്ന് പറയുമ്പോൾ അവിടെ തോമസ് യഥാർത്ഥത്തിൽ ഇല്ലായിരുന്നു എന്നാണ് നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 20 അധ്യായത്തിൽ വായിക്കുന്നത്. എന്നാൽ ബാക്കിയുള്ളവരും അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ ആ 11 പേര് 12 പോയിട്ട് യൂദാസ് പോയിട്ടുള്ളവരെ ആ ശിഷ്യന്മാരെ കുറിച്ച് അവർക്ക് ടൈറ്റിലായിട്ട് 11 പേര് 12 11 എന്നുള്ള ടൈറ്റിലായിട്ട് അവർക്ക് ഉണ്ടായിരുന്നതുകൊണ്ട് അങ്ങനെ ഒരു പ്രയോഗം അവിടെ ലൂക്കോസ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് നമ്മളതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പം പിന്നെ പത്രോസിന് പ്രത്യക്ഷനായി എന്ന് നമ്മൾ 1 കൊരിന്ത്യർ 15:5 ആ വാക്യം നമ്മൾ രണ്ടാഴ്ച മുമ്പ് നമ്മൾ ആ വാക്യം വായിച്ചായിരുന്നു. പത്രോസിന് പ്രത്യക്ഷനായി എന്നുള്ള കാര്യം ഞാൻ ആ വാക്യം എടുത്ത് വായിക്കുക. 1 പത്രോസ് 15:5 വാക്യം. അനന്തരം അവൻ 1 കൊരിന്ത്യർ 15:5 അനന്തരം അവൻ 500-ലധികം സഹോദരന്മാർക്ക് ഒരുമിച്ച് അതിനകത്ത് മലയാളത്തില് 5 വാക്യമാണ് ഞാൻ 6 ഇപ്പം വായിച്ച 5 വാക്യം. കേഫാവിനും പിന്നെ 12 പേർക്കും പ്രത്യക്ഷനായി എന്നുള്ളൊരു കാര്യം. അപ്പം ആദ്യം പത്രോസിന് പ്രത്യക്ഷനായി എന്നുള്ളൊരു കാര്യം നമ്മളവിടെ കാണുന്നുണ്ട്. അപ്പം ക്ലയോപ്പാവിനും ഭാര്യയ്ക്കും പ്രത്യക്ഷനായതിന് മുമ്പേ ആണോ പത്രോസിന് പ്രത്യക്ഷനായേ എന്ന് ചോദിച്ചാൽ അതിന് വ്യക്തമായിട്ട് നമുക്ക് ഉത്തരവില്ല. ഒരു പക്ഷേ ആയിരിക്കാം. ഏതായാലും പത്രോസിന്റെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ കർത്താവ് സഹോദരിമാർക്ക് ആദ്യം പ്രത്യക്ഷനായിട്ട് പിന്നെ ആണുങ്ങളിൽ ആദ്യം പത്രോസിനെ പ്രത്യക്ഷപ്പെടാനാണ് സാധ്യത ക്ലയോപ്പാവിനെക്കാട്ടിലും മുമ്പേ. പിന്നെ കർത്താവിന്റെ 5ാമത്തെ പ്രത്യക്ഷത അപ്പൊ 4 മേരി മഗ്ദലക്കാരി മറിയത്തിന് പ്രത്യക്ഷനായി, ബാക്കിയുള്ള സഹോദരിമാർക്ക് പ്രത്യക്ഷനായി, പിന്നെ എമ്മാവൂസിലുള്ള സഹോദരന്മാർ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി, പത്രോസിന് പ്രത്യക്ഷനായി. പിന്നെ 5ാമത് പ്രത്യക്ഷനാവുന്ന കാര്യമാണ് നമ്മളിപ്പം വായിക്കാൻ പോകുന്ന യോഹന്നാൻ 20 അധ്യായത്തില് 10 ശിഷ്യന്മാര്, അതായത് അവിടെ തോമസ് ഇല്ലായിരുന്നു, യൂദാസ് ഓൾറെഡി പോയി, ബാക്കി 11 ഉണ്ടായിരുന്നു. 11 നിന്ന് തോമസും കൂടെ പോയപ്പോൾ പിന്നെ എത്ര ഉണ്ട്? 10 ഉണ്ട്. അപ്പൊ ആ 10 പേര് ആയിരുന്ന സമയത്ത് കർത്താവ് അവർക്ക് പ്രത്യക്ഷനാകുന്ന ആ ഒരു കാര്യമാണ് നമ്മളവിടെ യോഹന്നാൻ 20 അധ്യായത്തിന്റെ 19 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നത്. അത് കർത്താവിന്റെ 5ാമത്തെ കർത്താവ് പുനരുദ്ധാനം ചെയ്തതിന് ശേഷമുള്ള കർത്താവിന്റെ 5ാമത്തെ പ്രത്യക്ഷതയാണെന്ന് 5ാമതായിട്ട് പ്രത്യക്ഷമാകുന്നുള്ള കാര്യം നമ്മളവിടെ വായിക്കുന്നത്. നമുക്ക് അവിടെ ആ വാക്യത്തിലേക്ക് വരാം. യോഹന്നാൻ 20 അധ്യായത്തിന്റെ 18 ഞാൻ വായിക്കുക.
യോഹന്നാൻ 20-18 മഗ്ദലക്കാരി മറിയ വന്ന് തൻ കർത്താവിനെ കണ്ടു എന്നും അവർ ഇങ്ങനെ തന്നോട് പറഞ്ഞു എന്ന് ശിഷ്യന്മാരോട് അറിയിച്ചു. ആഴ്ചവട്ടത്തിന് 1-ാം നാളായ ആ ദിവസം, അതായത് കർത്താവ് ഉയർത്തെഴുന്നേറ്റ ആ ദിവസം നേരം വൈകിയപ്പോ, അപ്പം അപ്പൊ ആ ഒരു ഉച്ച കഴിഞ്ഞ് വൈകുന്നേരത്തെ സമയത്തോടൊക്കെയാണ് ക്ലെയോപ്പാവിനും ഭാര്യയ്ക്കും പത്രോസിനും ഒക്കെ പ്രത്യക്ഷനായി. എന്നാൽ വൈകുന്നേരമായ സമയത്ത് ആണ് രാവിലെ മഗ്ദലക്കാരി മറിയത്തിന് പ്രത്യക്ഷമായി, ബാക്കിയുള്ള മറിയമാർക്കും പ്രത്യക്ഷമായി. പിന്നെ ഒരുപക്ഷെ ഉച്ച കഴിഞ്ഞുള്ള സമയമായിരിക്കും ഇമ്മാവൂസിലുള്ള ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായത്. പത്രോസിനും അതിനിടയിൽ പ്രത്യക്ഷമായി. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ശിഷ്യന്മാരൊക്കെ ആ കാര്യങ്ങളൊക്കെ എല്ലാം ഒന്ന് ഡൈജസ്റ്റ് ചെയ്തൊക്കെ കാര്യങ്ങളൊക്കെ ഓരോ വാർത്തകളൊക്കെ ഇങ്ങനെ വന്ന് കേൾക്കുന്നു. അപ്പോ ഈ സമയത്ത് പ്രത്യക്ഷനാവുമ്പം യഥാർത്ഥത്തില് നമ്മള് ലൂക്കോസ് 24 ആ കാര്യം കൂടി ചേർത്ത് വായിക്കുമ്പോൾ ഈ ക്ലെയോപ്പാവും മറ്റേയാളും, ഒരുപക്ഷെ ക്ലെയോപ്പാവിന്റെ ഭാര്യയും തന്നെ ഈ വാർത്ത കർത്താവ് ഞങ്ങൾക്ക് പ്രത്യക്ഷമായി എന്നുള്ളൊരു വാർത്ത ആ നാഴിക തന്നെ വന്ന് പറയുമ്പോ അവര് എത്ര ദൂരം നടന്നു? അവര് 11.25 കിലോമീറ്റർ നടന്നു എന്ന് പറഞ്ഞാൽ എമ്മാവൂസ് നിന്ന് യെരുസലേം വരെ 11.27 കിലോമീറ്റേഴ്സ് ഉണ്ട് എന്നാണ്, 7 മൈലുണ്ടെന്ന ലൂക്കോസ് 24:13 വായിക്കുന്നത്. ഇപ്പം നമുക്കാണെങ്കിൽ 1 കിലോമീറ്റർ, 1.5 കിലോമീറ്റർ ഒരു ഫർലോങ് നടക്കാൻ തന്നെ നമുക്ക് ശരിയാണ്. അന്നത്തെ ആൾക്കാരാണെങ്കിൽ അത്രയും നടക്കുന്നത് അവർക്ക് വലിയ അവരുടെ നടക്കവും കാര്യം അങ്ങനെയൊക്കെയുള്ള ട്രാൻസ്പോർട്ടേഷൻ അവർക്ക് വളരെ കോമൺ ആയിരുന്നു. എന്നാലും ക്ലെയോപ്പാവിന്റെയും ഒരുപക്ഷെ ക്ലെയോപ്പാവിന്റെ ഭാര്യയുടെയും ആ ഒരു ഉത്സാഹം, കർത്താവിനെ പുനരുദ്ധാനം ചെയ്ത കർത്താവിന്റെ ആ ഒരു വലിയ ഒരു സാധാരണ ഒരു വാക്കിംഗ് ഡിസ്റ്റൻസിൽ അവർ 7 മൈൽ നടക്കുക, അല്ലെങ്കിൽ ഒരു 11.25 കിലോമീറ്റർ നടക്കുക എന്ന് പറഞ്ഞാൽ എത്ര, ഒരു 3 മണിക്കൂറൊക്കെ എടുക്കും. ഇപ്പൊ 3 മണിക്കൂറോളം കർത്താവിന്റെ സാക്രിഫൈസ് നമ്മൾ കേട്ടിട്ടുള്ള പോലെ കർത്താവിന്റെ ഒരു 3 hour ബൈബിൾ സ്റ്റഡി ആയിരുന്നു. ഇടയ്ക്ക് ബ്രേക്കൊക്കെ കർത്താവ് കൊടുത്തുകയാണ് അവർക്ക്, ഇടയ്ക്ക് ഇന്റർവ്യൂലൊക്കെ. എന്നാലും ആ കർത്താവിന്റെ ഒരു 3 hour ബൈബിൾ സ്റ്റഡിയിലും അവരുടെ ഹൃദയം കത്തിക്കൊണ്ടിരുന്നതായിട്ടൊക്കെ നമ്മൾ അതിന് 32-ാമത്തെ വാക്യത്തിൽ ലൂക്കോസ് 24:32 വായിക്കുന്നുണ്ട്. 7 മൈലായിരുന്നു എമ്മാവൂസും യെരുസലേം തമ്മിലുള്ള ദൂരമെന്ന് നമ്മൾ 13-ാമത്തെ വാക്യത്തിൽ, ലൂക്കോസ് 24:13 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് 33-ാമത്തെ വാക്യത്തില് നമ്മളിപ്പോ ഈ യോഹന്നാൻ 20 വരുമ്പോ ഇതേ പോർഷൻ ലൂക്കോസ് 23-24 കാര്യമാണ് ഞാനീ പറയുന്നത്. എന്താ അവിടെ ആണെങ്കിൽ 33-ാമത്തെ വാക്യത്തിൽ ആ നാഴികയിൽ തന്നെ അവർ എഴുന്നേറ്റ് യെരുസലേമിലേക്ക് മടങ്ങിപ്പോന്നു. കർത്താവ് വാസ്തവമായി ഉയർത്തെഴുന്നേറ്റു, ശിമോൻ പ്രത്യക്ഷമായി എന്ന് കൂടിയിരുന്ന് പറയുന്ന 11 കൂടെയുള്ളവരെയും കണ്ടു. വഴിയിൽ സംഭവിച്ചതും അവൻ അപ്പം നുറുക്കി തങ്ങൾക്ക് അറിയായി വന്നതും ഒക്കെ അവർ വിവരിച്ച് പറഞ്ഞുകൊണ്ടിരുന്നപ്പോ കർത്താവ് അവരുടെ നടുവിൽ നിന്നു, നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. അപ്പൊ ആ പോർഷനാണ് ഇപ്പൊ നമ്മള് ഇവിടെ യോഹന്നാൻ 20-ാം 19-ാമത്തെ വാക്യത്തിൽ വായിക്കുന്ന. ആഴ്ചവട്ടത്തിന് 1-ാം നാളിൽ ആയ ആ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ ഇരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിൽ അടച്ചിരിക്കെ, ദ ഡോർസ് വേ ഷട്ട് എന്നുള്ളൊരു കാര്യം നമ്മളവിടെ വായിക്കുന്നുണ്ട്. യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് അവരോട് പറഞ്ഞു. ആ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാല് യഹൂദന്മാരെല്ലാം തങ്ങളുടെ ഗുരുവിനെ പിടിച്ച് ക്രൂശിച്ച് കൊന്നുകളഞ്ഞു. ഇനിയിപ്പം തങ്ങൾക്ക് നോക്കാനോ മുൻഗാമി, തങ്ങൾക്ക് ഒരു മുമ്പിൽ ഒരു നായകനായിട്ട് ഒരു നേതാവായിട്ട് ആരും ഇല്ല. അങ്ങനെ ഇരിക്കുന്ന വല്ലാതെ വിഷമിച്ചിരിക്കുന്ന ആ ഒരു സമയത്ത് പത്രോസിന് ആദ്യം കർത്താവ് പ്രത്യക്ഷനായി. സഹോദരിമാർക്ക് സഹോദരിമാർ ബലഹീനപാത്രമായതുകൊണ്ട് അവരല്ലെങ്കിൽ അത്രയും കൂടെ നേരെ കരഞ്ഞുകൊണ്ടിരിക്കും എന്നുള്ളത് കൊണ്ട് സഹോദരിമാരെ ആദ്യം ആശ്വസിപ്പിച്ചു. സഹോദരിമാർക്കൊരു പ്രിഫറൻസ്, ലേഡീസ് ഫസ്റ്റ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഊണിനൊക്കെ ലേഡീസ് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്ന പറഞ്ഞ കർത്താവ് ആദ്യം വിഷമിച്ചിരിക്കുന്ന സഹോദരിമാർക്ക് ആദ്യം പ്രത്യക്ഷനായി. സഹോദരന്മാരെ കുറച്ചുകൂടെ പിടിച്ചു നിൽക്കുന്ന കർത്താവിനെ അറിയാം. പത്രോസ് അങ്ങ് ഓൾമോസ്റ്റ് വീഴാൻ പോകുന്ന സ്ഥിതി, അതുകൊണ്ട് പത്രോസിന് ആദ്യം പോയങ്ങ് പ്രത്യക്ഷനായി. അതിനുശേഷം പിന്നെ ബാക്കിയുള്ള ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനാവുമ്പം അവരുടെ ആ ഒരു അവസ്ഥ എന്തായിരിക്കും? അവര് വാതിൽ അടച്ചിരുന്നു എന്നുള്ളൊരു കാര്യം അവിടെ ആ 19-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. പിന്നീടുള്ള പ്രത്യക്ഷപ്പെടുന്ന ഒരു സമയത്തും വാതിൽ അടഞ്ഞു കിടന്നെന്ന് നമ്മൾ അതിന്റെ 26-ാമത്തെ വാക്യത്തിലും വായിക്കുന്നുണ്ട്. പിന്നെ തോമസിനായിട്ട് കർത്താവ് പ്രത്യക്ഷപ്പെടുമ്പോൾ അത് 8 ദിവസം കഴിഞ്ഞിട്ടുള്ള സമയമാണ്. പുനരുദ്ധാനം ചെയ്ത് ദിവസത്തിന് 8 ദിവസം കഴിഞ്ഞ്, ഒരാഴ്ച കഴിഞ്ഞ് ശിഷ്യന്മാർ പിന്നെ അകത്തു കൂടിയിരിക്കുമ്പോൾ നമ്മളിവിടെ വായിക്കുന്നുണ്ട്. തോമസ് ഉണ്ടായിരുന്നു, വാതിൽ അടച്ചിരിക്കെ എന്നുള്ളൊരു കാര്യം. ഇപ്പൊ വാതിൽ അടച്ചിരിക്കുന്ന പറയുമ്പോൾ അവിടെ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, പുനരുദ്ധാനം ചെയ്ത കർത്താവിന്റെ ശരീരത്തിന് അടഞ്ഞ വാതിലും ഒന്നും തടസ്സമല്ലായിരുന്നു എന്നുള്ളൊരു കാര്യം. കർത്താവ് മനുഷ്യനായിട്ട് ഭൂമി ജീവിച്ചപ്പോൾ കർത്താവിന് അടഞ്ഞ വാതിൽ തടസ്സമായിരുന്നു. കർത്താവ് നമ്മളെ പോലൊരു ശരീരത്തിലാണ് വന്നിരുന്നത്. പുനരുദ്ധാനം ചെയ്ത ശരീരം നമുക്കും അതുപോലുള്ള ശരീരമായിരിക്കും കിട്ടുന്നത് എന്നുള്ളൊരു കാര്യമൊക്കെ നമ്മൾ
കുരിന്തി ലേഖനത്തിലൊക്കെയുള്ള സൂചന, കർത്താവ് ആദ്യഫലമായിട്ട് ഉയർത്തെഴുന്നേറ്റതായിട്ടും പുനരുദ്ധാന ശരീരം പ്രാപിച്ചതായിട്ടൊക്കെ വായിക്കുമ്പോൾ നമുക്കും അതുപോലുള്ള പുനരുദ്ധാന ശരീരമായിരിക്കും കിട്ടുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ആ ഒരു വാതിൽ അടച്ചിരുന്ന വാതിലും കർത്താവിന്റെ ഒരു തടസ്സമല്ലായിരുന്നു. എന്നാൽ എന്തുകൊണ്ട് അവർ വാതിൽ അടച്ചിരുന്നു എന്ന് ചോദിച്ചാൽ അവർ യഹൂദന്മാരെ പേടിച്ചിരുന്നു. അതാണ് നമ്മളവിടെ വ്യക്തമായിട്ട് ആ 19-ാമത്തെ വാക്യത്തിൽ ഫോർ ഫിയർ ഓഫ് ദി ജ്യൂസ്, ആ യഹൂദന്മാര് തങ്ങളെയും കൂടെ പിടിച്ച് എന്തെങ്കിലും ചെയ്യുവോ. എന്നാൽ ഇതേ ശിഷ്യന്മാര് തന്നെയാണ് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം, ഏതാനും ദിവസങ്ങൾ എന്ന് പറയുമ്പോൾ 40ഓളം അതായത് പുനരുദ്ധാനം ചെയ്ത് 50ാമത്തെ പുനരുദ്ധാനം ചെയ്തു ഒരു 47 ദിവസത്തിന് ശേഷം എന്ന് പറയുന്നത് വെച്ചാൽ കർത്താവ് 40ഓളം ദിവസം അവർക്ക് പ്രത്യക്ഷമായി. പിന്നെ ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് കർത്താവ് പെന്തക്കോസ്ത് നാള് വരുന്നേ. അപ്പോൾ കർത്താവ് പുനരുദ്ധാനം ചെയ്ത് ഏകദേശം 47 ദിവസം കർത്താവ് പെസഹ കഴിഞ്ഞ് 50ാമത്തെ ദിവസം പെന്തക്കോസ്ത് നാളില്, അപ്പൊ ആ 3ാമത്തെ നാളില് കർത്താവ് പ്രത്യക്ഷപ്പെട്ടു. പിന്നെ ഉള്ള ഒരു 47ഓളം ദിവസം കഴിഞ്ഞ് അതേ ശിഷ്യന്മാര് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടപ്പോൾ അവര് വളരെ ധൈര്യത്തോടെ കർത്താവിന് വേണ്ടി സാക്ഷികളായ കാര്യമൊക്കെ നമ്മൾ അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ എന്താ നമ്മൾ വായിക്കുന്നേ? ഇവിടെ അവര് അടച്ചിരുന്ന വാതിൽ അടച്ചിരുന്നായിരുന്നു എന്നുള്ളൊരു കാര്യം. നമ്മുടെ ജീവിതത്തിലും പരിശുദ്ധാത്മാവിന്റെ യഥാർത്ഥത്തിലുള്ള ഒരു ശക്തിയും നിറവും നമ്മൾ അനുഭവിക്കാതിരിക്കുമ്പോൾ നമ്മളും ഒരു ഭീരുത്വവും ഒരു മറ്റുള്ളവരുടെ മുമ്പിൽ കർത്താവിനെ കുറിച്ച് പറയാനൊക്കെ ഒരു ലജ്ജയും, അവരെന്ത് വിചാരിക്കും ഇവരെന്ത് വിചാരിക്കും, ഞാൻ പറഞ്ഞാൽ ശരിയാവോ, എനിക്ക് വിക്കൽ വരുവോ, അല്ലെങ്കിൽ അവർ ചോദിക്കുന്ന ചോദ്യത്തിന് നമുക്ക് ഉത്തരം കിട്ടുമോ, അങ്ങനെയൊക്കെയുള്ള പല ഭയങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മളെ ഞെരുക്കി കളയാം. എന്നാൽ പരിശുദ്ധാത്മാവ് യഥാർത്ഥത്തിൽ മുറുകപ്പെട്ട് പരിശുദ്ധാത്മാവ് അവരുടെ മേൽ ശക്തിയായിട്ട് വന്നപ്പോൾ അവര് അവിടെ പത്രോസ് ബാക്കി 11 പേരോടുകൂടി ചേർന്ന് പറഞ്ഞതായിട്ടാണ് നമ്മളവിടെ അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ വായിക്കുന്നത്. അപ്പൊ അതുപോലെ അവര് അവരുടെ വാതിലുകളൊക്കെ തുറന്ന് ഡോർസ് വൈഡ് ഓപ്പൺ ആ പെന്തക്കോസ്ത് നാള് മുതൽ അവര് പിന്നെ കർത്താവിനെ കുറിച്ച് സാക്ഷിക്കുവാന് അവർക്കൊരു മടിയില്ലായിരുന്നു. ഞങ്ങൾ കണ്ടതായിട്ട് ഇതേ പത്രോസും യോഹന്നാനും, ഇപ്പൊ ഈ വാതിലൊക്കെ അടച്ചിരുന്ന അതേ പത്രോസും യോഹന്നാനും പിന്നെ പറയുന്ന ഡയലോഗ് ഞാനൊന്ന് വായിച്ചോട്ടെ. അപ്പോസ്തലപ്രവൃത്തി 4-ാം അധ്യായത്തില് ഇങ്ങനെ പറയുന്നേ, അവിടെ യഹൂദന്മാരുടെ വലിയ മതമേലാളന്മാരൊക്കെ വന്ന് ചോദ്യം ചെയ്യാൻ നിൽക്കുക. അപ്പോസ്തലപ്രവൃത്തി 4-ാം അധ്യായത്തില് അവിടെ 5-ാമത്തെ വാക്യം, പിറ്റേന്നാൾ അവരുടെ പ്രമാണികളും മൂപ്പന്മാരും ശാസ്ത്രിമാരും യെരൂശലേമിൽ ഒന്നിച്ചുകൂടി. പ്രമാണികളുണ്ട്, മൂപ്പന്മാരുണ്ട്, ശാസ്ത്രിമാരുണ്ട്, മഹാപുരോഹിതനായ ഹന്നാവുണ്ട്, കയ്യഫാവുണ്ട്. അതിന്റെ 6-ാമത്തെ വാക്യം, അതായത് അപ്പോസ്തലപ്രവൃത്തി 4-ന്റെ 6-ാമത്തെ വാക്യം, ഹന്നാവ്, കയ്യഫാവ് ഇവരൊക്കെയാണ് കർത്താവിനെ ക്രൂശിക്കാൻ വേണ്ടി നന്നായിട്ട് ചുക്കാൻ വലിച്ച ആൾക്കാര്. ഹന്നാവിന്റെ അടുത്തേക്ക് കർത്താവിനെ കെട്ടിക്കൊണ്ടുപോയി, പിന്നെ കയ്യഫാന്റെ ഇടയ്ക്ക് കൊണ്ടുപോയി. ആ കാര്യങ്ങളൊക്കെ നമ്മൾ യോഹന്നാൻ 18-ാം അധ്യായത്തിൽ കണ്ട. അപ്പൊ ഈ വലിയ ആൾക്കാര്, വലിയ എന്ന് പറഞ്ഞ് ഞാൻ ഡബിൾ ഇൻവേർട്ടഡ് കോമയില പറയുന്നത്, ലോകത്തിന്റെ കണ്ണില് വലിയ ആൾക്കാർ, ദൈവത്തിന്റെ കണ്ണില് അയ്യോ അവരുടെ കാര്യം അവർ മനസ്സാന്തരപ്പെട്ടില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ. അപ്പൊ മഹാപുരോഹിതനായ ഹന്നാവും കയ്യഫാവും യോഹന്നാനും, നമ്മുടെ യോഹന്നാനല്ലേ ഇത് വേറെ, അവരുടെ യഹൂദന്മാരുടെ യോഹന്നാനും അലക്സാണ്ടറും മഹാപുരോഹിത വംശത്തിലുള്ളവരും ഓൾ ഹൂവർ ഓഫ് ദ ഹൈ പ്രീസ്റ്റ്ലി ഡിസെന്റ്. ഞങ്ങളൊക്കെ അങ്ങ് വലിയ താണജാതിയൊന്നുമല്ല, ഹൈ പ്രീസ്റ്റ് മഹാപുരോഹിതന്റെ വംശത്തിലുള്ള വലിയ ദേവീയ ഗോത്രത്തിലുള്ള ആൾക്കാര്, അവരെല്ലാം കൂടെ ചേർന്ന് നിൽക്കുമ്പോ ഈ മുക്കുവന്മാരായിട്ടുള്ള ഈ കൊച്ചു പയ്യന്മാര്, എത്ര കർത്താവ് പിന്നെ അവിടെ കൊച്ചു പയ്യന്മാർ എന്ന് പറയുമ്പോൾ പത്രോസിന് ഒരു 33 വയസ്സ് ഏകദേശം കാണുമായിരിക്കും, യോഹന്നാൻ ഒരു 27 വയസ്സൊക്കെ കാണത്തുള്ളൂ. അങ്ങനെ ചരിത്രത്തിന്റെ ആ ഒരു പാരമ്പര്യങ്ങളൊക്കെ നോക്കുന്നത് നമ്മൾ മനസ്സിലാക്കുന്നത് യോഹന്നാൻ ആയിരുന്നിരിക്കുന്ന ഏറ്റവും ഇളയ ശിഷ്യൻ എന്നൊക്കെ, ഏറ്റവും പ്രായം കുറഞ്ഞ ശിഷ്യൻ. അപ്പൊ ആ പത്രോസും യോഹന്നാനും കൂടി പിടിച്ച് ഇവര് നിർത്തിക്കൊണ്ട് പറയുക. അപ്പോ എന്താ 8-ാമത്തെ വാക്യം, ഇപ്പൊ ഈ വാതിലൊക്കെ അടച്ചിരുന്ന ആൾക്കാര് ഇപ്പം പറയുന്ന ഡയലോഗ് എന്താ? അപ്പോസ്തലപ്രവൃത്തി 4-ന്റെ 8-ാമത്തെ വാക്യം, പത്രോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി അവരോട് പറഞ്ഞത്, ജനത്തിന്റെ പ്രമാണികളും മൂപ്പന്മാരുമായുള്ളവരെ ഈ ബലഹീന മനുഷ്യനുണ്ടായ ഉപകാരം നിമിത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ 12-ാമത്തെ വാക്യത്തില് പച്ചയായിട്ട് അങ്ങ് പറയുക, എന്താ, മറ്റൊരുത്തനിലും രക്ഷയില്ല. ഇപ്പൊ നമുക്കാണെങ്കിൽ കാര്യങ്ങളൊക്കെ പറയാൻ അയ്യോ അങ്ങനെയൊക്കെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവൂ, നമ്മള് ആരോടെങ്കിലും ചെന്ന് എന്തെങ്കിലുമൊക്കെ അവിവേകത്തോടെ പറയണമെന്നല്ല, എന്നാ കർത്താവ് തരുന്ന ആ ഒരു ധൈര്യത്തോടെ നമ്മൾ വിശ്വസിക്കുന്ന ഇതാ, നിങ്ങൾക്ക് എന്ത് നമ്മളാരെയും നിർബന്ധിക്കുന്നില്ല, എന്നാൽ ഇതാ സത്യം, മറ്റൊരുത്തനും രക്ഷയില്ല. ഈ മുക്കുവനായിട്ടുള്ള പത്രോസിന് എന്ത് ട്രെയിനിങ്ങോ എന്ത് കോച്ചിങ്ങോ കിട്ടിയിട്ട, എന്നാൽ പരിശുദ്ധാത്മാവ് നിറയപ്പെട്ടവനായിട്ട് അവൻ പറയുക. ഒരു വേലക്കാരത്തെ സ്ത്രീയുടെ മുമ്പാകെ ഏതാനും നാളുകൾക്ക് മുമ്പേ, അതായത് ഒരു 1-1.5 മാസത്തിന് മുമ്പേ അവന് തള്ളിപ്പറഞ്ഞ അവന് ഇപ്പൊ എത്ര ധൈര്യത്തോടെ പരിശുദ്ധാത്മ നിറഞ്ഞവനായിട്ട്, മറ്റൊരുത്തനും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ല.
അപ്പൊ അത് കഴിഞ്ഞിട്ട് അവര് ഇവരെ കൊണ്ട് ഇനി തോറ്റല്ലോ, ഇവരെ എന്താ ഒന്ന് നിർത്തണമല്ലോ. അപ്പൊ 18-ാമത്തെ വാക്യത്തിൽ പിന്നെ അവരെ വിളിച്ചിട്ട് യേശുവിന്റെ നാമത്തിൽ അശേഷം സംസാരിച്ചു പോകരുത്, ഉപദേശിക്കരുത് എന്നൊക്കെ കൽപ്പിച്ചു. വലിയ യു ഷൽ നോട്ട് സ്പീക്ക് ഇൻ ദ നെയിം ഓഫ് ജീസസ് എന്നൊക്കെ സ്പീക്ക് ദ നെയിം ഓഫ് ജീസസ് എന്നൊക്കെ ഭയങ്കരമായിട്ട് കർക്കശമായിട്ട് പറഞ്ഞു. അപ്പം പത്രോസ് എന്താ പറഞ്ഞു? 19-ാമത്തെ വാക്യത്തില് പത്രോസ് വളരെ കൂളായിട്ട് പിന്നെ അവരെ വിളിച്ചിട്ട് ഇങ്ങനെ 19-ാമത്തെ വാക്യം, അതിന് പത്രോസും യോഹന്നാനും കൂടെ പറഞ്ഞു, രണ്ടുപേരും കൂടെ ഒരുമിച്ച പറയുന്നത്, ദൈവത്തെക്കാൾ അധികം നിങ്ങളെ അനുസരിക്കുന്നത് ദൈവത്തിന് മുമ്പാകെ ന്യായമോ എന്ന് വിധിക്കുവിൻ എന്നുള്ളൊരു കാര്യം. ഞങ്ങൾ കണ്ടും കേട്ടും ഇരിക്കുന്നത് പ്രസ്താവിക്കാതിരിക്കുവാൻ കഴിയുന്നതല്ല എന്ന് ഉത്തരം പറഞ്ഞു. ആ ഒരു ധൈര്യം, അതൊക്കെ ഈവൻ 12-ാമത്തെ അവരുടെ 12-ാമത്തെ വാക്യത്തിലെ മറ്റൊരുത്തിനും രക്ഷയില്ല എന്നുള്ള ഭയങ്കര വളരെ ധൈര്യത്തോടെ പത്രോസ് പരിശുദ്ധാത്മ നിറഞ്ഞവനായിട്ടൊക്കെ പറഞ്ഞപ്പോൾ ഇതിന്റെ തൊട്ടടുത്ത വാക്യത്തിൽ തന്നെ അവർ ആശ്ചര്യപ്പെട്ടു. എന്തുകൊണ്ട് ആശ്ചര്യപ്പെട്ടെ? അവർ പത്രോസിന്റെയും യോഹന്നാന്റെയും ധൈര്യം കാണുകയാലും, അപ്പോസ്തലപ്രവൃത്തി 4:13, പത്രോസിന്റെയും യോഹന്നാന്റെയും ധൈര്യം കാണുകയാലും അവർ പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ മനുഷ്യർ എന്ന് ഗ്രഹിക്കുകയാലും ആശ്ചര്യപ്പെട്ടു. അവർ യേശുവിനോട് കൂടെ ആയിരുന്നു എന്നും അറിഞ്ഞു. അപ്പം ഈ വാതിലടച്ചിരുന്ന ശിഷ്യന്മാര് ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും, ഓയോ എനിക്ക് കുറച്ച് നാണവാ, എനിക്ക് ഷയ്യാ, എനിക്ക് വലിയ പ്രസംഗിക്കാൻ കഴിവില്ല, എനിക്ക് വചനം പറയാനുള്ള വലിയ വാക്ചാതുര്യമൊന്നും ഇല്ല, എനിക്ക് വലിയ അറിവൊന്നുമില്ല എന്നുള്ള ഒക്കെ നമ്മുടെയൊക്കെ ഒരു മുടന്തന്യായമാണ്. നമ്മൾ വാതിലടച്ചിരിക്കും. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ നിറവില് മറ്റുള്ളവര് നമ്മളുടെ വാക്കുകൾ കേട്ട് ആശ്ചര്യപ്പെടും. അപ്പം കർത്താവിന്റെ നാമത്തില് ഞാൻ നിങ്ങളെ അനുസരിക്കണോ അതോ ദൈവത്തെ അനുസരിക്കണോ, ഞങ്ങൾ കണ്ടും കേട്ടിരിക്കുന്ന പ്രസ്താവിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് കഴിയത്തില്ല എന്ന് ധൈര്യത്തോടെ പറയാൻ ആ പത്രോസും യാക്കോബും മുക്കുവന്മാര് അവർക്ക് ഇവരുടെ എന്താ പദവിയോ പത്രാസോ ഒന്നുമില്ല. അവര് പത്രോസിന് പത്രാസൊന്നും ഇല്ലായിരുന്നു, വെറും മുക്കുവനായിരുന്നു. എന്നാൽ അതുപോലത്തെ ആ ഒരു ധൈര്യം നമ്മളവിടെ കാണുന്നുണ്ട്. അത് നമ്മൾ എത്രയധികം വെല്ലുവിളിക്കണം. നമുക്ക് തിരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ എത്ര തന്നിരിക്കുന്നതെന്നാണ് ഇവിടെ പറഞ്ഞിരുന്നത്. 2 തിമോത്തിയോസ് 1-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിൽ, 2 Timothy 1:7 ഗോഡ് ഹാസ് നോട്ട് ഗിവൺ us a spirit of timidity but of power, love and discipline എന്നാണ് നമ്മളവിടെ വായിക്കുന്നത്. പിന്നെ ഈവൻ അപ്പോസ്തലപ്രവൃത്തി 5-ാം അധ്യായത്തിലേക്ക് തിരിയുമ്പോൾ അതേപോലെ ഒരു ഡയലോഗ് നമ്മളവിടെ കാണുന്നുണ്ട്. 29-ാമത്തെ വാക്യം, അപ്പോസ്തലപ്രവൃത്തി 4:19 ആണെങ്കിൽ ഇവിടെ 5:29 എന്താ നമ്മൾ വായിക്കുന്നത്? അതിന് പത്രോസും ശേഷം അപ്പോസ്തലന്മാരും മനുഷ്യരെക്കാൾ ദൈവത്തെ അനുസരിക്കേണ്ടതാകുന്നു എന്ന് അതേപോലെ കൗൺസിലിന്റെ മുമ്പാകെ പറയുക. 27-ാമത്തെ വാക്യത്തില് അങ്ങനെ അവരെ കൊണ്ടുവന്ന ന്യായാധിപ സംഘത്തിന് മുമ്പാകെ നിർത്തി. അപ്പൊ മഹാപുരോഹിതനൊക്കെ പറയുവാണ്, ഈ നാമത്തിൽ ഉപദേശിക്കരുത് എന്ന് ഞങ്ങൾ നിങ്ങളോട് അമർച്ചയായി കൽപ്പിച്ചല്ലോ. സാധാരണ പോലെയല്ല, കുറച്ചൊന്ന് അമർച്ചയായിട്ട് കുറച്ചുകൂടെ അമർത്തിക്കൊണ്ട് കൽപ്പിച്ചല്ലോ. എന്ന് ഞങ്ങള് ദൈവത്തെയല്ലേ അനുസരിക്കണ്ടേ, മനുഷ്യനെ അല്ലല്ലോ എന്ന് അവിടെ 29-ാമത്തെ വാക്യത്തില് എന്താ പറയുന്നത്, ഞങ്ങള് മനുഷ്യരെക്കാൾ ദൈവത്തെ അനുസരിക്കേണ്ടതാകുന്നു എന്നുള്ളൊരു കാര്യം നമ്മളവിടെ വായിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അവരെ പിടിച്ച് അടിച്ചു, ചാട്ടുപാറ കൊണ്ട് അവരെ അടിച്ചതായിട്ട് 40-ാമത്തെ വാക്യത്തിൽ വായിച്ചെന്ന് അപമാനം സഹിക്കുവാൻ 41-ാമത്തെ വാക്യം, അപ്പോസ്തലപ്രവൃത്തി 5:41 തിരുനാമത്തിന് വേണ്ടി അപമാനം സഹിക്കുവാൻ യോഗ്യരായി എണ്ണപ്പെടുകയാൽ അവർ സന്തോഷിച്ചും കൊണ്ട് ന്യായാധിപ സംഘത്തിന് മുമ്പിൽ നിന്ന് പുറപ്പെട്ടു പോയി. ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നെന്ന് പറഞ്ഞാൽ എന്താ, ആ അടച്ചിട്ട വാതിലുകൾ തുറക്കുന്നത് ഒരു പരിശുദ്ധാത്മാവിന്റെ വലിയൊരു നിറവാണെന്നുള്ളൊരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആദ്യം ഞാനങ്ങ് കൺക്ലൂഡ് ചെയ്യാം. ആദ്യം നമ്മൾ കണ്ടു ആ ഒരു മേഴ്സി സീറ്റ്. കർത്താവാണ് നമ്മുടെ മേഴ്സി സീറ്റ്, കർത്താവാണ് നമ്മുടെ കൃപാസനം, നമ്മുടെ പ്രായശ്ചിത്തമായി തീർന്ന കർത്താവ് നമുക്ക് കൃപാസനമായി തീർന്നു. കർത്താവിന്റെ ശരീരം വെച്ചിരുന്ന തലക്കിലും കാൽക്കിലും ഒക്കെ ആ ദൂതന്മാരെയൊക്കെ കണ്ട് മറിയെ കുറിച്ചൊക്കെ നമ്മൾ വായിച്ചു. പിന്നെന്താ, കർത്താവിന്റെ ആ പുനരുദ്ധാനം കണ്ട ആ 5 അപ്പിയറൻസസിനെ കുറിച്ചൊക്കെ നമ്മൾ കണ്ടു. ആദ്യം തന്നെ സഹോദരിമാർക്ക് കർത്താവ് ആശ്വാസമായിട്ട് ചെന്ന ഒരു കാര്യം കണ്ടു. എങ്ങനെ ഒരു ഏദൻ തോട്ടത്തില് പാപ ഒരു സ്ത്രീയിലൂടെ വന്നോ, അതുപോലൊരു വേറൊരു തോട്ടത്തില് അവിടെ ക്രൂശിക്കപ്പെട്ട ക്രൂശിനരികെ ഉണ്ടായിരുന്ന ആ തോട്ടവും കല്ലറയൊക്കെ ഉണ്ടായിരുന്ന ആ തോട്ടത്തിൽ തന്നെ കർത്താവിന്റെ ഒരു ആശ്വാസത്തിന്റെ വാക്ക് ആദ്യം ഒരു സഹോദരിയിലേക്ക് കടന്നു ചെല്ലുന്നതും പിന്നെ ബാക്കിയുള്ള സഹോദരിമാരിലേക്ക് കടന്നു ചെല്ലുന്നതും പിന്നീടാണ് സഹോദരന്മാർക്ക് കർത്താവ് പ്രത്യക്ഷപ്പെടുന്നത് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ കണ്ടു. പിന്നെ നമ്മൾ 19-ാമത്തെ വാക്യത്തില് എന്താ, ഇപ്പം ഈ ആഴ്ച വിമൻസ് ഡേ ഒക്കെ വരുവാന്ന് തോന്നുന്നു, നാളെയാന്ന് തോന്നുന്നു വിമൻസ് ഡേ. അപ്പൊ സഹോദരിമാർക്ക് ആദ്യം കർത്താവ് പ്രത്യക്ഷനായി എന്നുള്ള കാര്യമൊക്കെ വിമൻസ് ഡേ പ്രകാരം എല്ലാം വളരെ പ്രസക്തമാണല്ലോ. അപ്പൊ പിന്നെ 19-ാമത്തെ വാക്യം നമ്മളിപ്പം വായിച്ചു. എന്താ അത്, ഞാൻ 20 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് സംസാരിച്ച അടുത്ത ആഴ്ചകളിലൊക്കെ കാണാം. ആ 19-ാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ട എന്താ, യഹൂദന്മാരെ പേടിച്ച് കഥകടച്ചിരുന്ന അവര്
പിന്നീട് അവർക്കുണ്ടായ ആ രൂപാന്തരത്തെ കുറിച്ച് നമ്മൾ അപ്പോസ്തലപ്രവൃത്തികൾ 4-5 അധ്യായങ്ങളിൽ വായിക്കുമ്പോൾ അയ്യോ എത്ര വലിയൊരു രൂപാന്തരം, അതൊരു ഗ്രാജുവൽ ആയിട്ടുള്ള ഒരു ഗ്രാജുവൽ ട്രെയിനിങ് ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇങ്ങനെ അവരിങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ പ്രസംഗമൊക്കെ പരിശീലിച്ച് ട്രെയിൻ ചെയ്ത് വന്ന് പിന്നെ കുറച്ച് കുറച്ചായിട്ട് പ്രസംഗം, അങ്ങനെ ഒരു കാര്യമല്ല, മറിച്ചൊരു ഡ്രാസ്റ്റിക് ട്രാൻസ്ഫർമേഷൻ. ഒരു മറ്റൊരു മനുഷ്യനായി തീർന്നു എന്ന് ശൗലിനെ കുറിച്ച് പരിശുദ്ധാത്മാവ് വന്നപ്പോൾ അവൻ മറ്റൊരു മനുഷ്യനായി തീർന്നു എന്ന് പറയുന്ന ആ വാക്യം എല്ലാവർക്കും അറിയാം. ആ വാക്യം കൂടെ പറഞ്ഞ് ഞാൻ അങ്ങനെ നിർത്തുക. 1 ശമൂവേൽ 10-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം എന്ന് എന്റെ ഓർമ്മ. 1 ശമൂവേൽ 10:6 ആണോ എന്ന് നമുക്ക് നോക്കാം. 1 ശമൂവേൽ അതെ അത് തന്നെ അധികം 1 ശമൂവേൽ 10-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ യഹോവയുടെ ആത്മാവ് ശക്തിയോടെ നിന്റെ മേൽ വന്നിട്ട് നീയും അവരോടുകൂടെ പ്രവചിക്കുകയും ആൾ മാറിയതുപോലെ ആയി തീരുകയും ചെയ്യും. ഈ ബി ചേഞ്ച് ടു അനദർ മാൻ. അവിടെ ശമൂവേല് ശൗലിനെ അനോയിന്റ് ചെയ്ത് പരിശുദ്ധാത്മ അന്ന് പരിശുദ്ധാത്മ അഭിഷേകമല്ല, അന്ന് രാജാവാകാൻ വേണ്ടിയുള്ള അഭിഷേകമാണ്. എന്ന് പരിശുദ്ധാത്മാവ് അവന്റെ മേൽ വരുമ്പോ അന്ന് പരിശുദ്ധാത്മാവ് അവരുടെ ഉള്ളിലേക്ക് വരാന് കർത്താവ് തേജസ്കരിക്കപ്പെട്ടിട്ടില്ലായിരുന്നു. പഴയ നിയമത്തിൽ നടക്കുന്ന സംഭവം നമുക്കറിയാം. അപ്പൊ എന്നാൽ പരിശുദ്ധാത്മാവ് അവരുടെ മേല് ശക്തിയോടെ നിന്റെ മേൽ വരുമ്പോൾ നീ പ്രവചിക്കുകയും ആൾ മാറിയതുപോലെ ആയിത്തീരുകയും യു വിൽ ബി ചേഞ്ച് ടു അനദർ മാൻ. എന്റെ ജീവിതത്തിലെ സാക്ഷിയാണ് അത്. ഞാൻ എന്നെ പണ്ടൊക്കെ സ്കൂൾ കോളേജൊക്കെ പഠിക്കുന്നുള്ളവര് അറിയുന്നതും ഇന്ന് ഞാൻ ആയിരിക്കുന്നത് തമ്മിലുള്ള ആൾമാറാട്ടം നടത്തിയതുപോലുള്ള ചേഞ്ച് എന്ന് വെച്ചാല് അന്നൊക്കെ ഞാൻ പണ്ട് പറയുന്ന ഡയലോഗൊക്കെ നിങ്ങളോട് എപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അമ്മയോട് പറഞ്ഞത് പ്രസംഗിക്കാൻ മാത്രം എന്നോട് വരുന്നത്. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഞങ്ങളവിടെ നമ്മള് യേശുദാസ് ശോഭസിന്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി കൊല്ലം ഹൈസ്കൂൾ അവിടെ ഹൈസ്കൂൾ ജംഗ്ഷനിൽ പോയപ്പോ ഞാൻ ഇവരോട് പറയുന്നത് ഈ ഹൈസ്കൂളിൽ വെച്ച് ആദ്യമായിട്ട് എന്നെ പ്രസംഗിക്കാൻ വേണ്ടി അമ്മ കൊണ്ട് പിടിച്ചു നിർത്തിയത്. അത് കഴിഞ്ഞിട്ടൊക്കെ കണ്ടാ ഞാൻ അമ്മയുടെ ഡയലോഗ് പറഞ്ഞു. ബാക്കി എന്തുവേണമെങ്കിലും പറഞ്ഞു, പ്രസംഗിക്കാൻ മാത്രം എന്നോട് പറയുന്നത്. എന്നാ ഇന്ന് ഇപ്പൊ വചനം പറയാനോ ബാക്കിയുള്ളവരുടെ ഫേസിൽ പറയാൻ ദൈവം അതങ്ങ് മാറ്റിക്കളഞ്ഞു. എന്ന് പറഞ്ഞാല് ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മ നമ്മളിലേക്ക് വരുമ്പോൾ നമ്മൾ എത്രമാത്രം ആൾമാറാട്ടം നടത്തിയതുപോലെ ഇത് അന്നത്തെ ആളെ അല്ല. ഇതങ്ങ് ആ ഒരു ദൈവം തരുന്ന ഒരു ധൈര്യവും ആ അഭിഷേകവും വലിയൊരു ശക്തിയും ആ ഒരു അധികാരവും അത് മാനുഷികമായിട്ട് സാധ്യമല്ലാത്തതായിട്ടുള്ള ഒരു കാര്യം. അപ്പം അത് ആർക്കും ദൈവം ആർക്കും അതുപോലെ ചെയ്യും എന്നുള്ളൊരു കാര്യം. നമ്മൾ സാക്ബേറിന് കീഴുണ്ട്. സാക്ബേർ വളരെ ഷൈ ആയിട്ടുള്ള ടിമിഡായിട്ടുള്ള വളരെ ഒരു അതുപോലെ ലജ്ജാശീലമുള്ള ഒരു ഒരു പയ്യനായിരുന്നു. ഒരു പബ്ലിക് സ്പീച്ച് കോമ്പറ്റീഷൻസിന് വേറെ സ്കൂളിൽ പങ്കെടുത്തിട്ടില്ലായിരുന്നു എന്നൊക്കെ വേറെ സാക്ഷി. ഇന്ന് വചനം പറയാനൊക്കെ ആയിട്ട് ദൈവം ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞ പോലെ നമ്മള് ഇപ്പം നിങ്ങളെ യുവാക്കളൊക്കെ ചിലപ്പോൾ നമുക്ക് പല ഷൈ ചിലപ്പം വിക്ക് നമ്മള് പെട്ടെന്ന് വാക്ക് വരുന്നില്ല. ദൈവം അതെല്ലാം മാറ്റും. പരിശുദ്ധാത്മ നമ്മളുടെ മേൽ വരണം. അതിനായിട്ട് നമ്മളിതിന്റെ ദാഹത്തോടെ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ പരിശുദ്ധാത്മ നമ്മളുടെ മേൽ വരുമ്പോൾ നമ്മൾ വിൽ ബി ചേഞ്ച് ടു അനദർ മാൻ. നമ്മളൊരു പുതു മനുഷ്യനായിട്ട് മാറും. നമ്മള് ധൈര്യത്തോടെ മറ്റാരെയും അവരെന്ത് പറയും ഇവരെന്ത് പറയും ബാക്കിയുള്ളവരെന്ത് പറയും ഫിയർ ഓഫ് ദ ഒപ്പീനിയൻ ഓഫ് മാൻ ആണ് പലപ്പോഴും ഒരു ബന്ധനമായിട്ട് നമുക്ക് നമ്മുടെ നാവിനൊരു കെട്ടായിട്ടായിരിക്കുന്നത്. എന്നാൽ നമുക്കറിയാം അജയ് ബേറൊക്കെ എത്രയോ വർഷങ്ങളൊന്നും പറയാതിരുന്ന ബേർ ഇപ്പം വന്ന് മുമ്പിൽ നിന്ന് പറയാൻ തുടങ്ങി. അപ്പൊ അതുപോലെ ദൈവത്തിന് എല്ലാം സാധിക്കും നമുക്ക്. അതിനൊക്കെ ആയിട്ട് പരിശുദ്ധാത്മാവിന്റെ ശക്തിക്കായിട്ട് നമുക്ക് കർത്താവിനെ നോക്കാം. കർത്താവ് നമുക്ക് കൃപാസനമായി പ്രായശ്ചിത്തമായി തീർന്ന ആ കർത്താവിനെ നമുക്ക് നോക്കാം. സഹോദരിമാർക്ക് ബലഹീന പാത്രങ്ങൾക്ക് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്ന ആ ഒരു കർത്താവിന്റെ ഹൃദയത്തിന്റെ ആ ഒരു ആർദ്രതയും സ്നേഹവും നമുക്ക് കാണാം. അതുപോലെ പരിശുദ്ധാത്മാവിന്റെ നിറവ്. 3 കാര്യങ്ങൾ നിങ്ങള് ഇന്ന് എല്ലാം കൂടെ പറഞ്ഞതിന് 3 കാര്യങ്ങൾ ഓർത്താട്ടെ. കർത്താവ് നമുക്ക് കൃപാസനവും പ്രായശ്ചിത്തമായിട്ട് തീർന്നു. പിന്നെന്താ, കർത്താവ് സഹോദരിമാര് ബലഹീന പാത്രം എന്ന് പറയുമ്പോൾ അവർക്ക് കൂടുതൽ സമൂഹത്തില് താഴേക്കിടയിലുള്ളവരോട് കർത്താവിന്റെ ആ ഒരു മനസ്സലിവും സ്ത്രീകളെ അവരതുപോലെ അമർത്തി വെച്ചിരുന്ന ആ ഒരു യഹൂദ സമൂഹത്തില് സ്ത്രീകൾക്ക് കർത്താവ് ആദ്യം പ്രത്യക്ഷപ്പെട്ട് അവരെ ഉയർത്തുന്ന ആ ഒരു കർത്താവിന്റെ ആ ഒരു വലിയൊരു ഹൃദയം നമ്മളവിടെ കാണുന്നുണ്ട്. പിന്നെ 3-മതായിട്ട് കർത്താവ് നമ്മുടെ അടച്ചിട്ട വാതിലുകളൊക്കെ തുറക്കാൻ തക്കവണ്ണം ബാക്കിയുള്ള മനുഷ്യരെ പേടിക്കുന്നതെന്നെല്ലാം വിടുവിച്ച് കർത്താവിന്റെ സാക്ഷികളായിട്ട് പരസ്യ സാക്ഷികളാകും കർത്താവ് നമ്മൾ പരിശുദ്ധാത്മാവ് നിറയിച്ച് നമ്മളെ സഹായിക്കുന്നുള്ള വലിയൊരു പ്രത്യാശയും വലിയൊരു ധൈര്യമൊക്കെ നമ്മുടെ ഹൃദയത്തിൽ നിറയട്ടെ. ഹൃദയരുൾക എന്ന് നമ്മൾ പാടാൻ പോകുന്നത് നമ്മളത് ഒരു പ്രാർത്ഥനയായിട്ട് നമ്മുടെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ് നമ്മളുടെ ജീവിതത്തിലെ അടഞ്ഞ വാതിലുകളെയൊക്കെ തുറക്കാൻ ശക്തിപ്പെടുത്തുന്നുള്ള കാര്യമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നേ. അപ്പോ നമ്മൾ പാടാൻ പോകുന്നത് 150-ാമത്തെ പാട്ടിലെ കരുണയിൻ സാഗരമേ ശോകക്കൊടുമ്പയിൽ ഏറിടുമ്പോ അന്ന് ശിഷ്യന്മാര് എല്ലാം ആ ശോകക്കൊടുമ്പയിലൊക്കെ ഏറി അവര് വല്ലാതെ അടഞ്ഞിരിക്കുന്ന ഒരു സമയത്ത് മേഘത്തിന് തണലരളി
സാന്ത്വനമായിട്ട് വന്നു. നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. കൃപയേറുക കൃപയേറുക, അളവിനെ പകർന്നിടുക. ഭൂവില് ഈ യാത്രയിൽ കർത്താവെ അവിടുത്തെ കൃപയരുളണം. ബാക്കി രോഗങ്ങളും പീഡകളും നിന്നയും പരിഹാസവും ഒക്കെ വരുമ്പോഴും എല്ലാം അവിടുത്തെ അമിതബലം സാന്ത്വനമായിട്ട് നടത്താൻ കൂടെ വരണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ താഴോട്ട് പാടുന്നത്. അത് എല്ലാ സ്നേഹിതരും ബന്ധുക്കളും ഒക്കെ വെറുക്കുമ്പോഴും ഒക്കെ സ്നേഹത്തിന് ആഴം മുതൽ ഞാൻ നിമജ്ജനായി തീർന്നിടുവാനായിട്ട് ബാക്കി പലവിധ സാഹചര്യങ്ങളിലൂടെ ഞാൻ പോകുമ്പോഴും അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ എന്നെ അങ്ങ് മുക്കണം, എന്നെ അങ്ങ് മുഴുകുമാറാക്കണം. ലോകത്തെ മറന്നിടുവാനെല്ലാം ഛേദമെന്ന് നഷ്ടമെന്ന് എണ്ണുവാനൊക്കെ ലോകത്തെ ജയിച്ചവനെ നിന്നിൽ അഭയം ഞാൻ തേടിടുന്നേ എന്നൊക്കെ നമ്മൾ പാടാൻ പോവുകയാണ്. അപ്പൊ അതൊരു വൃഥാ വ്യായാമമായിട്ടും ആയി പോകാതെ കർത്താവ് നമ്മളെ പേരുക എന്ന് പാടുമ്പോൾ യഥാർത്ഥത്തിൽ കർത്താവിന്റെ കൃപ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ് കർത്താവിന്റെ കൃപ. ആ പരിശുദ്ധാത്മാവിന്റെ ശക്തിയായ ദൈവം നമ്മളെ നിറച്ച് ധൈര്യത്തോടെ കൃപാസനത്തിലേക്ക് വരാനും ധൈര്യത്തോടെ കർത്താവിന്റെ സാക്ഷികളാകാനും കർത്താവിനെ പോലെ ഒരു ബലഹീന പാത്രങ്ങൾക്ക് നമ്മൾ അധികം മാനം കൊടുക്കാനും എല്ലാം കർത്താവെ അവിടുത്തെ കൃപ തരണം, അവിടുത്തെ സാക്ഷിയാകുവാനായിട്ട് അവിടുത്തെ കൃപ തരണം എന്നുള്ള ഒരു വലിയ ദാഹത്തോടെ നമുക്ക് കർത്താവിനെ നമുക്ക് പാടാം. കരുണയിൻ സാഗരമേ എന്നെ സാന്ത്വനമായി നടത്താൻ നിത്യത്തിൽ തണലരുളി, എന്നെ സാന്ത്വനമായി നടത്താൻ കൃപയരുക അളവിനെ പകർന്നിടുക. ഈ ഭൂമിയിലും യാത്രയിൽ ദൈവകൃപയരുക. ഈ ഭൂമിയിലും യാത്രയിൽ ദൈവകൃപയരുക. രോഗങ്ങൾ പീഡകളും നിന്ന പരിഹാസമേറിടുമ്പോ, രോഗങ്ങൾ പീഡകളും നിന്ന പരിഹാസമേറിടുമ്പോ, അഭിഷേകം നൽകി എന്നെ സാന്ത്വനമായി നടത്താൻ. അഭിഷേകം നൽകി എന്നെ സാന്ത്വനമായി നടത്താൻ. കൃപയരുക അളവിനെ പകർന്നിടുക. ഭൂമിയിലും യാത്രയിൽ ദൈവകൃപയരുക. ഈ ഭൂമിയിലും യാത്രയിൽ ദൈവകൃപയരുക. എന്റെ പാദങ്ങൾ ഇടറിയാതെ കൂരിരുട്ടാഴ്വരയിൽ എന്റെ പാദങ്ങൾ ഇടറിയാതെ അഗ്നിത്തൂടും പ്രഭയാ എന്നും അഗ്നിത്തൂടും പ്രഭയാ ജ്ഞാനം ചെയ്യുവാനീ മരുകേ. കൃപയരുക
അളവിനെ പകർന്നിടുക ഈ ഭൂവിലും ഈ ഭൂവിലും എല്ലാ സ്നേഹിതരും എല്ലാ ദൈവകൃപ നമുക്ക് ഇറങ്ങും പോവാനില്ല. ആ കൃപാസനത്തിലേക്ക് നമുക്ക് അടുത്തു വരാം. ധൈര്യത്തോടെ കൃപാസനത്തിലേക്ക് അടുത്തു വരാൻ തക്കവണ്ണം അവിടുന്ന് തന്നെയാണ് നമ്മുടെ കൃപാസനം. അവിടുന്ന് തന്നെയാണ് ആ മേഴ്സി സീറ്റ്, ആ കരുണയിൽ ആ സിംഹാസനം അവിടുന്ന് തന്നെയാണ്. അന്ന് പഴയ നിയമത്തില് മഹാപുരോഹിതന് ആ മഹാപാപപ്രായശ്ചിത്ത ദിവസം അവന് കാളയുടെ രക്തവുമായിട്ട് അതിവിശുദ്ധ സ്ഥലത്തേക്ക് പോയി ആ കൃപാസനത്തിന്റെ മേല് 7 തവണ രക്തം തെളിക്കുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ എൻ്റെ ഒരു പുസ്തകം 16-ാം അധ്യായത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. കർത്താവ് നമുക്ക് കൃപാസനമായി തീർന്നു. അവിടുന്ന് തന്നെ ആ മെൽക്കിസേദെക്കിന്റെ ക്രമപ്രകാരമുള്ള വലിയ മഹാപുരോഹിതനായിട്ട് അവിടുന്ന് തന്റെ തന്നെ രക്തം എടുത്ത് കർത്താവാകുന്ന കൃപാസനത്തിൽ തന്നെ ആ രക്തം തളിക്കപ്പെട്ട് 7 തവണ തളിക്കപ്പെട്ട് കർത്താവ് പൂർണ്ണമായിട്ടും ആ പാപയാഗമായിട്ട് തന്റെ അവസാന തുള്ളി രക്തവും എനിക്കായിട്ട് ഒഴുക്കി തന്ന ആ കർത്താവ് അവിടുത്തെ ആ കൃപാസനം രക്തത്താൽ അങ്ങ് 7 പ്രാവശ്യം തളിക്കുമ്പോഴത്തേക്കും ആ രക്തത്താൽ അങ്ങ് നിമജ്ജനം ചെയ്ത് കാണും. അതെല്ലാം അങ്ങ് രക്തത്താല് പൊതിഞ്ഞു കാണും. ദൈവം മുകളിൽ നിന്ന് നോക്കുമ്പോൾ, ദൈവപിതാവ് നോക്കുമ്പോൾ അവിടെ ആ നിഷ്കളങ്കമായ ആ കുഞ്ഞാടിന്റെ, ആ കാളയുടെ, ആ മൃഗത്തിന്റെ, യാഗമൃഗത്തിന്റെ രക്തം തളിക്കപ്പെട്ടിരിക്കുന്നു. ആ പെട്ടകത്തിനുള്ളിലുള്ള ആ ന്യായപ്രമാണം അതിന് ലംഘനം വന്നിട്ടുണ്ടെങ്കിലും
രക്തം തളിക്കപ്പെട്ടതിനാൽ അതിനായിട്ടൊരു വില വില കൊടുക്കുവാന് ആ വില കൊടുക്കുവാന് ഒരു യാഗമൃഗം ഉണ്ടായി. അത് കണ്ട് അവരുടെ പാപങ്ങള് അന്ന് മറയ്ക്കപ്പെട്ടു. എന്നാൽ ഇന്ന് ആ പാപങ്ങളെല്ലാം കഴുകപ്പെടാനായിട്ട് അന്ന് അതൊരു മറയ്ക്കപ്പെട്ട ലംഘനം പ്രകൃതിയൊക്കെ മറയ്ക്കപ്പെട്ട ഭാഗ്യവാൻ എന്ന് സങ്കീർത്തനം 32:1 നമ്മൾ ദാവീദ് പറയുന്നത് വായിക്കുമ്പോൾ ഇന്ന് യേശുവിന്റെ രക്തം നമ്മളുടെ ആ പാപങ്ങൾ മറയ്ക്കുക മാത്രമല്ല അതിനെ അങ്ങ് കഴുകി വെടുപ്പാക്കി. ഇതുവരെ നമ്മൾ ഒരു പാപവും ചെയ്തിട്ടില്ലെന്നവണ്ണം നമ്മൾ ഒരു പാപം ചെയ്തിട്ടുള്ളതുകൊണ്ട് നമ്മളെ നീതീകരിച്ച് നമ്മളെ ജസ്റ്റിഫൈ ചെയ്യുന്ന കർത്താവിന്റെ വലിയ കൃപാസൻ. ആ പഴയ നിയമത്തിലെ ആ മേഴ്സി സീറ്റ് കരുണയുടെ ആ ഇരിപ്പിടം ഇന്ന് പുതിയ നിയമത്തിൽ ഒരു കൃപാസനമായിട്ട് മാറി. കർത്താവിന്റെ കൃപ അന്ന് പഴയ നിയമത്തിൽ അവർക്ക് കൃപ അന്ന് അവർക്ക് അന്യമായിരുന്നു. യേശുക്രിസ്തുവിലൂടെയാണ് കൃപ വന്നതെന്ന് നമ്മള് യോഹന്നാൻ 1:17 വായിക്കുന്നുണ്ട്. ന്യായപ്രമാണം മോശയിലൂടെ വന്നതുപോലെ കൃപ യേശുക്രിസ്തുവിലൂടെ വന്നു. ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മളുടെ ഹൃദയത്തെ ശക്തിപ്പെടുത്തുന്ന, അന്ന് പരിശുദ്ധാത്മാവിന്റെ മേല് മാത്രമേ വന്നിരുന്നുള്ളൂ. എന്നാൽ നമ്മളെ ഹൃദയത്തെ ശക്തിപ്പെടുത്തുന്ന ആ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാകുന്ന കൃപ നമ്മളുടെ ഹൃദയം കൃപയാൽ ഉറപ്പിക്കുക എത്ര വേണ്ടതെന്ന് നമ്മളെ Ebrയർ 13:9 വായിക്കുമ്പോൾ ആ ഹൃദയത്തെ നമ്മുടെ ആത്മാവിനെ ശക്തിപ്പെടുത്തുന്ന ഒരു ശക്തിയായിട്ട് വരുന്ന ദൈവത്തിന്റെ കൃപ അത് യേശുക്രിസ്തുവിലൂടെ വന്നേ. അതിനായിട്ട് കർത്താവ് ഒരു പാപപ്രായശ്ചിത്ത യാഗമായിട്ട് അവിടുന്ന് ഒരു യാഗമൃഗത്തെ പോലെ അവസാനത്തുള്ള രക്തവും ആ പാപയാഗമായി തീർന്ന അവസാനത്തുള്ള രക്തവും കർത്താവ് ആ ബ്രോൺസ് ഓൾട്ടറിന്റെ ആ ധൂമ്രപീഠം ഈ യാഗപീഠത്തിലെ ആ പാപയാഗത്തിന്റെ അവസാനത്തുള്ള രക്തവും ഒഴിക്കപ്പെട്ടതുപോലെ കൽവരി കുരിശിൽ അവസാനത്തുള്ള രക്തവും ഒഴിച്ച് കർത്താവ് നമുക്ക് കൃപാസനമായി തീർന്നു. കർത്താവിന്റെ രക്തത്താൽ ആ കൃപാസനം അത് പറയപ്പെട്ടു. കർത്താവ് എനിക്ക് വേണ്ടി യാഗമായി തീർന്നല്ലോ. അവിടുന്ന് എനിക്ക് വേണ്ടി യാഗമായി തീർന്നതുകൊണ്ട് ഇന്ന് കൃപ പ്രാപിക്കുവാനായിട്ട് തക്ക സമയത്ത് കൃപ പ്രാപിക്കുവാൻ കരുണ ലഭിക്കാനും തക്ക സമയത്ത് കൃപ പ്രാപിക്കുവാനായിട്ട് എനിക്ക് ഓടിച്ചെല്ലാനായിട്ട് ഇടമുണ്ട് എന്റെ കർത്താവിന്റെ അടുക്കലേക്ക്. പിന്നെ കർത്താവ് എന്നാണ് എന്റെ കൃപാസനം. കർത്താവ് ആ പെട്ടകത്തിന്റെ കവറിംഗ് ആയിട്ട് മെഴ്സി സീറ്റ് ആയിട്ടായിരുന്ന ആ കർത്താവ് തന്നെ എന്റെ കൃപാസനമായി തീർന്ന അവിടത്തേക്ക് എനിക്ക് ഓടി അടുത്ത് വരാം. അവിടുന്ന് ബലഹീന പാത്രങ്ങളെ അധികം മാനം കൊടുക്കുന്ന ഒരു കർത്താവാണ്. നമ്മള് ബലഹീന പാത്രങ്ങളായിട്ട് ഇരിക്കുമ്പോൾ, നമ്മള് ആത്മാവിൽ ദരിദ്രരായിട്ടിരിക്കുമ്പോൾ ആദ്യം വന്ന് നമുക്ക് പ്രത്യക്ഷപ്പെടുന്ന കർത്താവ് അന്നുണ്ടായിരുന്ന എല്ലാവരിലും ഏറ്റവും ഭാരപ്പെട്ട ഹൃദയം കലങ്ങി ഇരുന്ന ആ മഗ്ദലക്കാരി മറിയത്തിന് കർത്താവ് ആദ്യം പ്രത്യക്ഷപ്പെട്ടു. പിന്നെ ആ സഹോദരിമാർക്ക് പ്രത്യക്ഷപ്പെട്ടു. പിന്നെ ശിഷ്യന്മാരിൽ വെച്ച് തന്നെ ഏറ്റവും ഹൃദയ തകർച്ചയോടെ ഇരുന്ന ആ പത്രോസിന് പ്രത്യക്ഷപ്പെട്ടു. പിന്നെ ബാക്കിയുള്ള ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു. കർത്താവ് എത്ര ഓർഡർലി ആയിട്ട് അത് ഒരു ദിവസം തന്നെ 5 തവണ അവർക്കെല്ലാം പ്രത്യക്ഷപ്പെടാൻ തക്കവണ്ണം കർത്താവ് നൂതന ശരീരവുമായിട്ട് ഓടി നടക്കുമായിരുന്നു. തന്റെ ശിഷ്യന്മാരെ തന്റെ മേലെ തന്നെ പ്രിയം വെച്ചിരിക്കുന്നവർക്ക്, തന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ചിരിക്കുന്നവർക്കായിട്ട് കർത്താവ് അവർക്ക് വേണ്ടിയെല്ലാം ഓടി നടന്ന് പ്രത്യക്ഷപ്പെട്ടു. കർത്താവ് കൈയും കാലും ഒക്കെ കാണിച്ച്, കൈയും കാലും വിലാപ്പുറവും എല്ലാം കാണിച്ച് അവരെ വിശ്വസിപ്പിക്കുന്ന കർത്താവ്, പെടാപ്പാട് വിട്ട് വിശ്വസിപ്പിക്കുന്ന കർത്താവിന്റെ സ്നേഹം എത്ര നല്ലവനായ, എത്ര കരുണാദ്രവനായ കർത്താവെ അങ്ങനെ പോലെ എന്നെ ആക്കി തീർക്കണം. മറ്റുള്ളവർക്ക് കർത്താവെ അതുപോലെ ഏത് സമയത്ത് എന്റെ അടുത്തേക്ക് വരാൻ തക്കവണ്ണം കർത്താവെ അവരുടെ പോസിബിലിറ്റി കർത്താവെ കുടുംബശ്രീ ഏത് സമയത്ത് ഈശ്വരങ്ങളിലേക്ക് വന്ന് അടുക്കുവാൻ തക്കവണ്ണം കർത്താവിന്റെ ഒരു ആക്സസിബിലിറ്റി, അപ്രോച്ചബിലിറ്റി കർത്താവെ ഞങ്ങളെ അങ്ങനെ പോലെ ആക്സസ് വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അവിടുത്തെ പോലെ ബലഹീനരെ അധികം അധികം മാനം കൊടുക്കുവാനും അവരെ അധികം ചേർത്ത് നിർത്തുവാനും കരുതുവാനും ബലപ്പെടുത്തുവാനും ആശ്വസിപ്പിക്കുവാനും കർത്താവെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. താഴ്മുള്ളിടത്തേക്കാണ് വെള്ളം ഒഴുകി ചെല്ലുമെന്ന് പറയുന്നത്. ആ ആത്മാവിന്റെ ദരിദ്രാവസ്ഥ ഏറ്റവും മാക്സിമം ഉള്ളവരിലേക്ക് കർത്താവ് ആദ്യം തന്നെ വളരെ ചിട്ടയോടെ പുനരുദ്ധാനം ചെയ്ത ആദ്യ ദിവസം തന്നെ കർത്താവിന്റെ ഷെഡ്യൂള് വളരെ നിശ്ചയിക്കപ്പെട്ടതായിരുന്നു. ആദ്യം ആർക്ക് പ്രത്യക്ഷപ്പെടണം, പിന്നീട് ആർക്ക് ഉച്ചയ്ക്ക് കഴിഞ്ഞ ആർക്ക് വൈകുന്നേരം ആർക്ക് കർത്താവിനൊന്നും തെറ്റിപ്പോയില്ല. എത്രമാത്രം കർത്താവ് തന്റെ ആ ഷെഡ്യൂളെല്ലാം പാലിച്ചുകൊണ്ട് കർത്താവിന്റെ ജീവിതകാലത്ത് പിതാവിന്റെ ഷെഡ്യൂൾ പാലിച്ചതുപോലെ പുനരുദ്ധാനം കഴിഞ്ഞിട്ടും പരിപൂർണമായിട്ടുള്ള ദൈവഹിത പ്രകാരം കർത്താവ് ഓരോരുത്തർക്കും പ്രത്യക്ഷപ്പെട്ട ഒരു കർത്താവ്. അടച്ചിടുന്ന വാതിലുകൾ നമ്മളുടെ ജീവിതത്തിൽ നമ്മുടെ മനുഷ്യഭയത്താലൊക്കെ നമ്മളുടെ വാതിലുകൾ അടഞ്ഞിരിക്കും. നമ്മളുടെ ജഡമാകുന്ന തിരശ്ശീലയെല്ലാം അടഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കുന്ന അതെല്ലാം ജീവിച്ചുകൊണ്ട് വചനമാകുന്ന കർത്താവ്, വചനമാകുന്ന വാളാകുന്ന കർത്താവ്
ആ ജഡവാഹന തിരശ്ശീലയെല്ലാം ഛേദിച്ചുകൊണ്ട് കർത്താവ് നമ്മളുടെ ആത്മാവിൽ വന്ന് പ്രത്യക്ഷപ്പെടുന്നത് പോലെ ശിശുമാരുടെ ശിശുമാരുടെ നടുവിൽ വന്ന് കർത്താവ് പ്രത്യക്ഷപ്പെട്ടു. ഇന്ന് നമ്മളുടെ ഹൃദയത്തിലും നമ്മളുടെ ഹൃദയവും പലപ്പോഴും നമ്മുടെ ജഡത്തിൽ നിന്ന് ഉയരുന്ന പല അസ്വസ്ഥതകളാലും ആകുല ചിന്തകളാലും അശുദ്ധിയാലും ഒക്കെ നമ്മള് അധൈര്യമുണ്ട്. ദൈവത്തിന്റെ ഇടയിലേക്ക് വരാനൊക്കുമോ? കർത്താവിന്റെ ഇടയിലേക്ക് എങ്ങനെ പോകും? ഇനി എന്താവും? ഭാവിയിൽ എന്താകും? ബാക്കി ആൾക്കാർ എന്നെ ഇനി എന്ത് ചെയ്യും? എല്ലാവരും എന്നെ കുറിച്ച് എന്ത് പറയും എന്നൊക്കെ വിചാരിച്ച് നമ്മുടെ ജഡത്തിൻ്റെതായ സ്വയത്തിൻ്റെതായ പല അസ്വസ്ഥതകളുടെ വാതിലുകളൊക്കെ നമ്മൾ അടച്ചിട്ട് നമ്മളായിരിക്കുമ്പോൾ വചനമാകുന്ന കർത്താവ് വലിയ വാളാകുന്ന തന്റെ ആ വചനം കൊണ്ട് കർത്താവ് ഏത് അടച്ചിട്ട് മുറിയെയും തുറന്ന് കർത്താവ് അവിടെ പ്രത്യക്ഷമാകുന്ന കർത്താവിന്റെ ആ ഒരു വലിയ അതീതീയമായ കർത്താവിന്റെ ശക്തിക്കായിട്ട് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. നമ്മളുടെ ഏത് അടഞ്ഞിരിക്കുന്ന സാഹചര്യങ്ങളെ, നമ്മുടെ ചില സാഹചര്യങ്ങളും ചില വ്യക്തികളും ഒക്കെ വല്ലാതെ അടഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് തോന്നാം. എന്നാൽ അവിടെ എല്ലാം അടഞ്ഞിരിക്കുന്ന വാതിലുകളൊന്നും കർത്താവിന് തടസ്സമായിട്ട് നിൽക്കുന്നില്ല. ആ പ്രതിബന്ധങ്ങളെയെല്ലാം കർത്താവ് അതിനെല്ലാം തരണം ചെയ്ത് കർത്താവ് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് വന്ന് സമാധാനം എന്ന് പറഞ്ഞ പരിശുദ്ധാത്മാവിനെ നമ്മളുടെ മേൽ ഊതാൻ കെൽപ്പുള്ള ശക്തിയുള്ള ആ ഒരു കർത്താവാണ്. അവിടുന്ന് നമ്മളുടെ ഹൃദയങ്ങളിൽ നിന്നും പരിശുദ്ധാത്മാവിനെ ശക്തിയോടെ നിറയ്ക്കും. ആ പരിശുദ്ധാത്മാവിന്റെ ഊതിലൊന്നും അവർക്ക് മതിയായി പോയില്ല. പിന്നെ 8 ദിവസം കഴിയുമ്പോൾ പിന്നെ ഒരു വാതിൽ അടച്ചിരുന്നു. എന്താ ശക്തിയോടെ പരിശുദ്ധാത്മാവിനെ അയച്ചപ്പോഴാണ് അവര് പരിശുദ്ധാത്മാവിനെ നിറഞ്ഞ് അവർ പരിശുദ്ധാത്മാവിനാൽ നിമജ്ജനം ചെയ്യപ്പെട്ടവരായി, ബാപ്റ്റൈസ്ഡ് ആയിട്ട്, അവർ പരിശുദ്ധാത്മാവിനാല് മുഴുകിയവരായിട്ട്, പരിശുദ്ധാത്മ സ്ഥാനം ലഭിച്ചവരായിട്ട്, പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകത്തോടെ, പരിശുദ്ധാത്മാവിന്റെ വലിയ ആ ഒരു കർത്താവി വലിയൊരു നിറവോടെ അവരായിരുന്നപ്പോഴാണ് അവർക്ക് ആ വാതിലുകളെല്ലാം ഭേദിച്ച് കർത്താവിന്റെ സാക്ഷികളായി തീരാൻ സാധിച്ചത്. അവര് 3000-ഓളം പേർക്ക് മുമ്പാകെ പത്രോസ് സാക്ഷിയായിട്ട് നിന്നത്, പിന്നീട് 5000-ഓളം പേർക്ക് മുമ്പാകെ അവരെയൊക്കെ രക്ഷയിലേക്ക് വലിച്ചെടുക്കാൻ തക്കവണ്ണമുള്ള അവർ വലിയ ശക്തിയോടെ ഉയർത്തിയതൊക്കെ നമ്മൾ വായിക്കുന്നു. പത്രോസിന്റെ യോഹന്നാന്റെ സാക്ഷിയൊക്കെ നമ്മൾ കേൾക്കും. അതുപോലെ കർത്താവിനായിട്ട് അവിടുന്ന് എന്തൊക്കെയാണോ എന്റെ ജീവിതത്തെ പ്ലാൻ ചെയ്തിട്ടുള്ളത് അവിടെ നിന്നും കർത്താവിന്റെ ഭയവും ലജ്ജയും മൂലം അവിടെ നിന്നും ഞാൻ ഉൾവലിഞ്ഞു നിന്ന് പോകാതെ എവിടൊക്കെ അങ്ങയെക്കുറിച്ച് പറയണോ, എന്റെ ബന്ധുക്കളുടെ ഇടയിലാണെങ്കിലും എന്റെ സുഹൃത്തുക്കളുടെ ഇടയിലാണെങ്കിലും എന്റെ സഹപ്രവർത്തകരുടെ ഇടയിലാണെങ്കിലും എവിടൊക്കെ ഇവിടൊക്കെ യാത്രയിലോ എവിടൊക്കെ ആയിരുന്നാലും എവിടൊക്കെ ഞാൻ കർത്താവിന് സാക്ഷിയായിരിക്കണമെന്ന് അവിടെ ആഗ്രഹിക്കുന്നു. ഇവിടൊക്കെ അവർക്ക് സാക്ഷിയാകാൻ തക്കവണ്ണം ഇവിടുത്തെ ആത്മാവിനാൽ നിറയ്ക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കതിന് സമ്പൂർണ്ണമായിട്ട് കർത്താവിനെ തുറന്നു കൊടുക്കാം. സ്നേഹം പിതാവെ, അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ആത്മാവിനാൽ അളവില്ലാതെ ഞങ്ങളെ നിറച്ചാട്ടെ, കരുത്തോടെ ശക്തിയോടെ കർത്താവിന്റെ സാക്ഷികളെ ഞങ്ങളെ സഹായിച്ചാട്ടെ. കർത്താവ് ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ചെറുപ്പക്കാരെ ഞങ്ങളെല്ലാം എസ്പെഷ്യലി സഹായിക്കണം. കർത്താവെ ആവുകളുടെ കെട്ടുകളെല്ലാം മാറി അങ്ങേ സാക്ഷ്യപ്പെടുത്തുവാനും അങ്ങേ ഉയർത്തുവാനും ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ആത്മാവിനെ ഞങ്ങൾ ഓരോരുത്തരും നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ നിന്ന് വചനങ്ങൾക്കായിട്ട് ഞങ്ങളെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ കൃപാസനമായതുകൊണ്ട് ഞങ്ങൾക്ക് കൂടി അടുത്ത് വരാമല്ലോ കർത്താവെ. അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി പാപയാഗമായി തീർന്ന് അവിടുന്ന് ആ കൃപാസനത്തെ രക്തത്താലും മൂടിയിരിക്കുന്നതോർത്ത് ഞങ്ങളെ സ്തുതിക്കുന്നു. നന്ദി കർത്താവെ, നന്ദി. ആ രക്തം ഞങ്ങളുടെ ഹൃദയത്തിലുള്ള എല്ലാ കറകളെയും ശുദ്ധീകരിച്ചതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ ആശ്വാസത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ വലിയ ബലത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ വലിയ ധൈര്യത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ബിരുദത്തിന്റെ ഭയത്തിന്റെ ആത്മാവിനെ, അടിമത്തത്തിന്റെ ആത്മാവിനെ അപാപിതാവിനെ വിളിക്കാൻ പറ്റുന്ന പുത്രസ്വീകാരത്തിന്റെ ആത്മാവിനെ തന്നവനായിട്ട് നന്ദി പറയുന്നു. നന്ദി കർത്താവെ, നന്ദി. എല്ലാവർക്കും ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കാം. നന്ദി കർത്താവെ, നന്ദി. താങ്ക് യു ജീസസ്, താങ്ക് യു പ്രൈസ് യു ലോർഡ്, പ്രൈസ് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. കർത്താവെ, അവിടുത്തെ ആത്മാവിനെ ഞങ്ങൾ ഓരോരുത്തരും നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. നന്ദി കർത്താവെ, നന്ദി, താങ്ക് യു, നന്ദി.